ഫെയറി ടെയിൽ സ്റ്റഡീസിൽ തിയറി പോർഷൻ മൊഡ്യൂൾ 1 ആണ് നമ്മൾ നോക്കുന്നത് ഓഫ് ഫെയറീസ്. ഇപ്പോൾ ഫെയറീസ് ആൻഡ് ഫെയറി സ്റ്റോറീസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ആ തിയറി പോർഷനിലെ ഫസ്റ്റ് ടോപ്പിക് അതാണ്. ഇപ്പോൾ ഫെയറീസ് എന്ന് പറയുന്ന സൂപ്പർ നാച്ചുറൽ ബീയിങ്സ് ആണ്. നിങ്ങൾക്കറിയാം ഫെയറീസ് ആർ ഓൾവേസ് മാജിക്കൽ അല്ലെങ്കിൽ കുറച്ച് സൂപ്പർ നാച്ചുറൽ അല്ലെങ്കിൽ ഫാൻറ്റസി ബീയിങ്സ് ആണ് ഇവരെന്ന് പറയുന്നത്. പിന്നെ യൂറോപ്യൻ ഫോക്ലോറിനെ വെച്ചിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവർ ഫാൻറ്റസി ബീയിങ്സ് അല്ലെങ്കിൽ സൂപ്പർ നാച്ചുറൽ ബീയിങ്സ് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. സ്മോൾ മാജിക്കൽ ക്രീച്ചേഴ്സ് ആണ് ഈ ഫെയറി ക്രീച്ചേഴ്സ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഫെയറീസ് എന്ന് പറയുന്നത്. കെൽറ്റിക്, ജർമേനിക് അല്ലെങ്കിൽ മെഡീവൽ ഫ്രഞ്ച് ട്രഡീഷനിലാണ് ഇത് ഒറിജിനേറ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഫെയറീസ് എന്ന് പറയുന്നത് നാച്ചുറൽ ഫോഴ്സസിൻ്റെ എംബോഡിമെൻ്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അതായത് വുഡ്സുമായിട്ട്, റിവേഴ്സുമായിട്ട്, ഫ്ലവേഴ്സുമായിട്ട്, മൂണുമായിട്ടൊക്കെ കണക്റ്റഡ് ആണ് ഫെയറീസ് എന്ന് പറയുന്നത്. ഇപ്പോൾ മെഡീവൽ യൂറോപ്പിൽ അവരെ അതർ വേൾഡ്ലി ബീയിങ്സ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അവർ ഏഞ്ചൽസും അല്ല, ഡീമൺസും അല്ല. അവർ ഈ ഒരു ലോകത്തുള്ളതല്ല, അതർ വേൾഡ്ലി ആണ്, വേറെ ഏതോ ലോകത്ത് നിന്ന് വന്ന പോലെയാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് മെഡീവൽ യൂറോപ്പിലൊക്കെ. ആൻഡ് അവരല്ലെങ്കിൽ ഫോളൻ ഏഞ്ചൽസുമായിട്ടൊക്കെ കൺസിഡർ ചെയ്യുന്നവരും ഉണ്ട്. അപ്പോൾ ഫെയറി സ്റ്റോറീസിനകത്ത് വരുന്നതെന്ന് വെച്ചാൽ ഫോക്ക് ലോർ വരുന്നുണ്ട്, മിത്ത് വരുന്നുണ്ട്, മോറൽ ലെസൺസ് വരുന്നുണ്ട്. ഇതിനകത്ത് ഫോക്ക് ലോർ നാടോടി കഥകൾ വരുന്നുണ്ട്, മിത്തിക്കൽ സ്റ്റോറീസും. പിന്നെ മോറൽ ലെസൺസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ഓരോ സ്റ്റോറീസിന് എൻഡിങ്ങിൽ നമുക്കൊരു ലെസൺ, നമ്മളെ ഒന്ന് ഉപദേശം പോലെ തരുന്ന ഓരോ സ്റ്റോറീസ് ഉണ്ടല്ലോ, മോറൽ ലെസൺസ് നമുക്ക് തരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളതാണ് ഈ ഫെയറി സ്റ്റോറീസ് മോസ്റ്റ്ലി. അപ്പോൾ ഈ ഫെയറി റെലം എന്ന് പറയുന്നത് ഹ്യൂമൻ വേൾഡുമായിട്ട് പാരലായിട്ടാണ് ഡെപ്പിക്റ്റ് ചെയ്തിരിക്കുന്നത്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലങ്ങൾ, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ക്രീച്ചേഴ്സാണ് ഇവരെന്ന് പറയുന്നത്. അപ്പോൾ മെനി സ്റ്റോറീസ് വാൺ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹ്യൂമൻസ് നോട്ട് ടു എൻറ്റയർ ഫെയറി റിങ്സ്, അതായത് ഈ ഫെയറീസിൻ്റെ ആ ഒരു പ്ലേസിലോട്ട് പോകരുത്, ഇങ്ങനെയൊക്കെയാണ് അല്ലെങ്കിൽ അവരെ നമ്മളെ ട്രാപ്പ് ചെയ്യും, ഇങ്ങനെയൊക്കെയുള്ള സ്റ്റോറീസ് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഫെയറി ടെയിൽസ് ചിൽഡ്രൻസ് ലിറ്ററേച്ചറിലോട്ട് പിന്നീട് ഇവോൾവ് ആയതാണ്. ഒറിജിനലി ഈ ഫെയറി സ്റ്റോറീസ് എന്ന് പറയുന്നത് കുറച്ചും കൂടി ഡാർക്കർ ആയിരുന്നു. പിന്നീടാണ് ചിൽഡ്രൻസ് ലിറ്ററേച്ചറിൽ ഇതിനെ ഇൻക്ലൂഡ് ചെയ്തത്. ഇപ്പോൾ ഷേക്സ്പിയറിൻ്റെ ഒരു ഫെയറി ടെയിൽ അല്ലെങ്കിൽ ഫെയറീസ് വരുന്നൊരു ഡ്രാമയാണ് എ മിഡ്സമ്മർ നൈറ്റ്സ് ഡ്രീം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അയർലൻഡിലെ ഫോക്ലോ സ്റ്റോറീസിൽ അല്ലെങ്കിൽ ഐറിഷ് ഫോക്ലോ സ്റ്റോറീസിൽ ഫെയറീസ് എന്ന് പറയുന്നത് ഹ്യൂമൻ ബീയിങ്സുമായിട്ടൊക്കെ ഇൻട്രാക്ട് ചെയ്തിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ആൻഡ് അവർ ട്രഷറൊക്കെ ഗാർഡ് ചെയ്യുന്നത് ഫെയറീസ് ആണെന്നും ഈ അവരുടെ വീടുകൾ ഡിസ്റ്റർബ് ചെയ്യുന്ന ആളുകളെ, ഹ്യൂമൻസിനെ ഇവർ പണിഷ് ചെയ്തിട്ടുണ്ടെന്നും കഥകളുണ്ട്. പിന്നെ ഫെയറീസിന് ബ്ലെസ്സിങ്സ് ഒക്കെ കൊണ്ടുവരാൻ സാധിക്കും, അതായത് ഇൻഫെർട്ടിലിറ്റിയൊക്കെ ട്രീറ്റ് ചെയ്യാൻ സാധിക്കും. ഗുഡ് ഹാർവെസ്റ്റ്, ഫാമിങ്ങിലൊക്കെ ഗുഡ് ഹാർവെസ്റ്റ് കൊണ്ടുവരാൻ സാധിക്കും. അങ്ങനെയും സ്റ്റോറീസ് ഉണ്ട്. ഫെയറി ഗോഡ് മദേഴ്സ് ഉണ്ട് അല്ലേ. ഫെയറി ഗോഡ് മദേഴ്സ് എന്ന് പറയുമ്പോൾ പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള സൂപ്പർ നാച്ചുറൽ നമ്മളെ വാച്ച് ചെയ്യുന്ന ഗാർഡിയൻസിനെയാണ് ഫെയറി ഗോഡ് മദേഴ്സ് എന്ന് പറയുന്നത്. പിന്നെ ഈ ഫെയറീസിനെ തന്നെ നമ്മൾ ചില കഥകൾ വായിക്കുമ്പോൾ ട്രിക്സ്റ്റേഴ്സ് ആയിട്ട്, അതായത് ഓരോ ആളുകളുടെ മേളിൽ ഓരോ ട്രിക്കുകൾ പ്ലേ ചെയ്യുന്നവരായിട്ട്, പിന്നെന്താണ് ഹ്യൂമൻ ഓണസ്റ്റിയെ ടെസ്റ്റ് ചെയ്യുന്നവരായിട്ടും ഒക്കെ കൺസിഡർ ചെയ്തിട്ടുണ്ട്. ഈ വിക്ടോറിയൻ ഇംഗ്ലണ്ടിൽ, അതായത് ഇംഗ്ലണ്ടിൽ തന്നെ വിക്ടോറിയൻ ഏജിൻ്റെ സമയത്ത് ഫെയറി ടെയിൽസിനെ അവരെ ഒരു വിങ്ഡ് ബീയിങ്സ് ആയിട്ട്, വളരെ ഡെലിക്കേറ്റ് ആയിട്ടുള്ള, വളരെ സോഫ്റ്റ് ആയിട്ടുള്ള വിങ്ഡ്, അതായത് വിങ്സ് ഒക്കെയുള്ള ഒരു സൂപ്പർ നാച്ചുറൽ ബീയിങ് ആയിട്ടാണ് അവർ കൺസിഡർ ചെയ്തിരുന്നത്. ഫെയറി സ്റ്റോറീസിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് വെച്ചാൽ ഈ അപ്പോൾ ഫെയറി സ്റ്റോറീസ് നമ്മൾ വായിക്കുമ്പോൾ അല്ലെങ്കിൽ ഫെയറി ടെയിൽസ് കുട്ടികൾക്ക് നമ്മൾ വായിച്ചു കൊടുക്കാറുണ്ടല്ലോ. ഫെയറി ടെയിൽസ് വായിച്ചു കൊടുക്കുമ്പം അതിനകത്ത് ഈ മാജിക് ഉണ്ട് അല്ലേ. ലോജിക്കിന് അപ്പുറമുള്ള മാജിക്കാണ് ഇതിനകത്ത് പറയുന്നത്. ലോജിക്ക് കാണത്തില്ല, അതിനകത്ത് ഫുൾ മാജിക് ആയിരിക്കും അതിനകത്തുള്ളത്. അപ്പം ഫെയറി സ്റ്റോറീസ് ഫാൻറ്റസി അല്ലെങ്കിൽ മൊറാലിറ്റി അല്ലെങ്കിൽ ഇമാജിനേഷൻ, പക്ഷേ വിത്ത് കെയർഫുൾനെസ് അല്ലെങ്കിൽ കോഷൻ, ഇങ്ങനെയാണ് നമ്മൾ ഫെയറി ടെയിൽസ് വായിക്കേണ്ടത്. ആൻഡ് ഫേ സ്റ്റോറീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്തൊരു കാറ്റഗറിയാണ് ഫേ സ്റ്റോറീസ്. ഫേ സ്റ്റോറീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഈ ട്രാൻസ്ഫർമേഷനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതായത് പംകിൻസ് ഒക്കെ ട്രാൻസ്ഫോം ചെയ്ത് ക്യാരേജസ് ആയിട്ട് മാറുന്നു, ഫ്രോഗ്സ് ഒക്കെ ട്രാൻസ്ഫോം ചെയ്ത് പ്രിൻസസ് ആയിട്ട്, നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ ദ ഫ്രോഗ് ആൻഡ് ദ പ്രിൻസസ് എന്ന് പറഞ്ഞൊക്കെയുള്ള സ്റ്റോറീസ് ഉണ്ടല്ലോ. ഒരു രാജകുമാരൻ അത് ഫ്രോഗായിട്ട് കേഴ്സ് കിട്ടുന്നു, രാജകുമാരിയെ പ്രണയിക്കുമ്പോൾ അല്ലെങ്കിൽ കിസ് ചെയ്യുമ്പോൾ പിന്നീട് ഫ്രോഗ് മാറി ഹ്യൂമൻ ആയിട്ട് മാറുന്നു, ഒരു രാജകുമാരനായിട്ട് മാറുന്നു. ആ ഒരു ട്രാൻസ്ഫോർമേഷൻ സ്റ്റോറീസിനെയാണ് ഫേ സ്റ്റോറീസ് എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ഫെയറി സ്റ്റോറീസിൽ ഇതിനകത്ത് ഒരു ഹ്യൂമൻസിനെ മിത്തിക്കൽ വേൾഡിലോട്ട് കൊണ്ടുപോകുന്നതാണ് ഫെയറി ടെയിൽസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് വളരെ ടൈംലെസ് ആയിട്ടുള്ള സ്റ്റോറീസാണ് ഫെയറി ടെയിൽസ് എന്ന് പറയുന്നത്. ഒരിക്കലും നമുക്ക് മടുക്കത്തില്ല. ആൻഡ് അപ്പം പിന്നെ അടുത്ത ടോപ്പിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫെയറി ടെയിൽസിലെ തന്നെ അല്ലെങ്കിൽ ഫെയറീസിനെ തന്നെ നമ്മൾ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിലും പോർട്രേ ചെയ്യും. നല്ലവരും ഉണ്ട്, നല്ല ഗുഡ് ഫെയറീസും ഉണ്ട്, ബാഡ് ഫെയറീസും ഉണ്ട്. അതായത് ഫെയറീസ് എന്ന് പറയുമ്പം ഡുവൽ നേച്ചർ ഉള്ളവരായിട്ടാണ് കൺസിഡർ ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ പോർട്രേ ചെയ്തിരിക്കുന്നത്. ബെനവലൻ്റ് ആയിട്ടുള്ള ഫെയറീസ് ഉണ്ട്, അവർ ലവ്, പ്രോസ്പെരിറ്റി, മാജിക്കൽ ഹെൽപ്പ് ഒക്കെ ചെയ്യുന്നവരാണ് അവർ.
മാലിവലൻ്റ് ആയിട്ടുള്ള ഫെയറീസ് ഉണ്ട്, അതായത് ഇൽനെസ്, കുട്ടികളെ തട്ടിക്കൊണ്ട് പോകുന്നവർ, മിസ്ചീഫ് കാണിക്കുന്ന ഫെയറീസ്, ഇങ്ങനെയുണ്ട്. ഇപ്പോൾ ഫോക്ലോർ, നമ്മൾ ഈ പഴയ നാടോടി കഥകളൊക്കെ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് റിഫ്ലെക്ട്സ് ആ ഒരു ആംബിവാലന്റ് നേച്ചർ ഓഫ് ഫെയറീസ് നമുക്ക് കാണാൻ സാധിക്കും. അതായത് ആ ഒരു ഡുവൽ നേച്ചർ ഓഫ് ഫെയറീസ് നമുക്ക് കാണാൻ സാധിക്കും. ഈ ഒരു ഡുവാലിറ്റി ശരിക്കും പറഞ്ഞാൽ ഹ്യൂമൻ സൈക്കോളജിയാണ് റിഫ്ലക്റ്റ് ചെയ്യുന്നത്. അതായത് നമ്മുടെ മൈൻഡിലും ഉണ്ട് ഫിയറും ഹോപ്പും, നമ്മുടെ മൈൻഡിലും ഉണ്ട് പോസിറ്റീവ്സും നെഗറ്റീവ്സും. അതുപോലെ തന്നെയാണ് ഈ ഫെയറി ടെയിൽസിൽ അത് റിഫ്ലക്റ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ കെൽറ്റിക് പീപ്പിൾ ബിലീവ് ചെയ്തിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗുഡ് പീപ്പിൾ ഹാഡ് ടു ബി റെസ്പെക്റ്റഡ് ആണ്, അല്ലെങ്കിൽ അവരെ ഹാംഫുൾ ആയിട്ട് അവർ ടേൺ ചെയ്യും എന്നാണ് പറയുന്നത്. അപ്പോൾ ഫെയറീസിനും അതുപോലെ തന്നെയാണ്. ഫെയറീസിനെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യുക എന്ന് വെച്ചാൽ അങ്ങനെയുള്ള സ്റ്റോറീസൊക്കെ ഒരുപാടുണ്ട്. പിന്നെന്താണ്, അവരുടെ അടുത്ത് നമ്മൾ ഉപദ്രവിക്കാൻ പോകാതിരിക്കുക. അവരൊക്കെ ഡെലിക്കേറ്റ് ആയിട്ടുള്ള സോഫ്റ്റ് വിങ്ഡ് ആയിട്ടുള്ള ബീയിങ്സ് ആണ്, വിങ്സ് ഒക്കെയുള്ള ബീയിങ്സ് ആണ്. അപ്പോൾ അവരെ ഉപദ്രവിക്കാതിരിക്കുക, അങ്ങനെയൊക്കെയുള്ള സ്റ്റോറീസൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഫെയറീസിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹ്യൂമൻ ബീയിങ്സിന് ബ്യൂട്ടി, ടാലൻറ്റ് അല്ലെങ്കിൽ വെൽത്ത് ഗിഫ്റ്റ് ചെയ്യാൻ സാധിക്കും എന്നാണ് പറയുന്നത്. ആൻഡ് ഓൾസോ ഫാമിലീസിനെ കേഴ്സ് ചെയ്യാനും സാധിക്കും, ബാഡ് ലക്ക് കൊണ്ടുവരാൻ. അപ്പോൾ ഈ ഫെയറീസ് ബേബീസിനെ സ്റ്റീൽ ചെയ്യുന്നത്, അങ്ങനെയൊക്കെയുള്ള, പിന്നെ അൺഎക്സ്പ്ലെയിൻഡ് ആയിട്ട് കുട്ടികൾക്ക് ഇൽനെസ് വരുമ്പോൾ ചൈൽഡ്ഹുഡ് സമയത്ത് അതൊക്കെ ഈ ഫെയറീസിനെ ദേഷ്യം പിടിപ്പിക്കുന്നത് കൊണ്ടാണ് അങ്ങനെയൊക്കെ വരുന്നതും ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ നല്ല രീതിയിൽ പോർട്രേ ചെയ്യുന്ന ഫെയറി ടെയിൽസ്, അതായത് ബെനവലൻ്റ് ആയിട്ട് പോർട്രേ ചെയ്യുന്നതെന്ന് വെച്ചാൽ ചിൽഡ്രൻസ് ടെയിലിനകത്ത് നമ്മൾ ഫെയറി ഗോഡ് മദേഴ്സ്, കുട്ടികളെ പ്രൊട്ടക്ട് ചെയ്യുന്നതായിട്ട് ആ ഒരു ഇമേജ് ഉണ്ട്. മാലവലൻ്റ് ആയിട്ട് പോർട്രേ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡാർക്കർ ആയിട്ട് ഡേഞ്ചറസ് സ്പിരിറ്റ്സ് ആയിട്ടും ഫെയറീസിനെ പോർട്രേ ചെയ്യുന്നതുമുണ്ട്. ഈ ഒരു ഡുവാലിറ്റി ഹ്യൂമൻ റിലേഷൻഷിപ്പിനെ കാണിക്കുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, പിന്നെ മാലവലൻ്റ് ആയിട്ടുള്ള ഫെയറീസ് എന്ന് പറയുന്നത് ഈ ഹ്യൂമൻ ബീയിങ്സിലുള്ള അഹങ്കാരത്തിനെ, അറഗൻസിനെ അല്ലെങ്കിൽ ഗ്രീഡിനെയൊക്കെ പണിഷ് ചെയ്യുന്നതായിട്ടുമുണ്ട്. ബെനവലൻ്റ് ആയിട്ടുള്ള ഫെയറീസ് ഹ്യൂമിലിറ്റി, കൈൻഡ്നസ് അല്ലെങ്കിൽ ബ്രേവറിക്കൊക്കെ റിവാർഡ് കൊടുക്കുന്നവരായിട്ടാണ് പോർട്രേ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ബെനവലൻ്റ് അല്ലെങ്കിൽ മാലവലൻ്റ് ഡെപ്പിക്ഷൻസ് എന്ന് പറയുന്നത് സ്റ്റോറി ടെല്ലറിൻ്റെ പേർപ്പസ് പോലിരിക്കും അല്ലേ. പിന്നെ ചില ഇൻ്റർപ്രിട്ടേഷൻസിനകത്ത് നമുക്ക് ഈ ഫെയറി ടെയിൽസിനെ ഡിമോണിക്, അതായത് ഡീമൺസ് ആയിട്ട് ഇങ്ങനെ ചുമ്മാ ആളുകളുടെ മുകളിൽ മിസ്റ്റീഫ് അല്ലെങ്കിൽ ട്രിക്സ്റ്റേഴ്സ് അല്ലെങ്കിൽ ട്രിക്കുകൾ പ്ലേ ചെയ്യുന്ന ഡിമോണിക് ക്രീച്ചേഴ്സുമായിട്ടും കൺസിഡർ ചെയ്യാറുണ്ട്. പിന്നെ അപ്പോൾ നോട്ട് പ്യുവർലി ഗുഡ് അല്ലെങ്കിൽ നോട്ട് പ്യുവർലി ഈവിൽ എന്ന് നമുക്ക് ഫെയറീസിനെ പറയാൻ സാധിക്കുകയില്ല. അവരെ എപ്പോഴും ഒരു അംബീഗസ് ആയിട്ടുള്ള രീതിയിലാണ് പോർട്രേ ചെയ്തിരിക്കുന്നത്, ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് രീതിയിലാണ് അവരെ പോർട്രേ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഒരു ഡ്യുവാലിറ്റി നമുക്ക് കാണാൻ സാധിക്കും. ഇനി ടൈപ്സ് ഓഫ് ഫെയറീസ് അല്ലെങ്കിൽ ഓരോ ടൈപ്സ് ഓഫ് ഇതുണ്ടല്ലോ, ഫെയറി ബീയിങ്സ് ഉണ്ടല്ലോ, അതാണ് നമ്മൾ നോക്കുന്നത്. ആദ്യത്തേത് IMPS, ഇംസ്. അവർ മിസ്റ്റീരിയസ് ആയിട്ടുള്ള സ്മോൾ ക്രീച്ചേഴ്സ് ആണ്. അവർ യൂഷ്വലി പ്രാങ്ക് ഒക്കെ പ്ലേ ചെയ്യുന്നവരാണ്, സംടൈംസ് ഡിമോണിക്കുമാണ്. അപ്പോൾ ഈ ഇംസ് എന്ന് പറയുന്ന വിച്ചസിൻ്റെ അല്ലെങ്കിൽ ഡെവിളിൻ്റെയൊക്കെ സെർവൻസ് ആയിട്ടായിരിക്കും വർക്ക് ചെയ്യുന്നത്. അവരൊരു മൈനർ ഈവിൾ ക്യാരക്ടറാണ്, അതായത് കെയോസ് ആണ് കൊടുക്കുന്നത്. അവർ ആളുകളുടെ ജീവിതത്തിൽ ഡിസ്ട്രക്ഷൻ ഒന്നും ചെയ്യത്തില്ല. രണ്ടാമത്തത് ട്രോൾസ് ആണ്. ട്രോൾസ് എന്ന് പറയുമ്പോൾ ഈ സ്കാൻഡിനേവിയൻ ഫോക്ലോർ കഥകളിലൊക്കെയാണ് ഇവർ വരുന്നത്. ലാർജ് അല്ലെങ്കിൽ സ്മോൾ ആവാം, ഹ്യൂമൻ ബീയിങ്സിന് അടുത്തോട്ട് ഹോസ്റ്റൈലായിട്ട് പെരുമാറുന്നത്. ഈ ട്രോൾ എന്ന് പറഞ്ഞ നെറ്റ്ഫ്ലിക്സിൽ ഒരു ഫിലിം ഉണ്ടായിരുന്നു. അതൊരു പാറക്കെട്ടിൽ ഒരു മനുഷ്യൻ്റെ മുഖം പോലെ ഇങ്ങനെ ഇരിക്കുന്നൊരു ബീയിങ്. അപ്പം ആ ട്രോൾ എന്ന് പറയുമ്പോൾ വളരെ ലാർജ് അല്ലെങ്കിൽ സ്മോൾ ബീയിങ്സിനെയാണ് പറയുന്നത്. ഈ ട്രോൾ മൗണ്ടൻസിൽ അല്ലെങ്കിൽ കേവ്സിൽ അല്ലെങ്കിൽ അണ്ടർ ബ്രിഡ്ജസിലൊക്കെയാണ് നിൽക്കുന്നത്. ആൻഡ് ക്ലെവർ ഹ്യൂമൻസ്, ഫോക്ക് ടെയിൽസിനകത്ത് നമ്മൾ വായിക്കുമ്പോൾ ഈ ട്രോളിനെയൊക്കെ അല്ലെങ്കിൽ ഈ ട്രോൾസിനെയൊക്കെ ഇങ്ങനെയുള്ള ക്രീച്ചേഴ്സിനെ ക്ലെവർ ഹ്യൂമൻ ബീയിങ്സ് ഡിഫീറ്റ് ചെയ്യുക അല്ലെങ്കിൽ ട്രിക്ക് ചെയ്യുകയും ചെയ്യും. ആൻഡ് അടുത്തത് ഓഗിർസ് ആണ്. ഓഗർ എന്ന് പറയുന്നത് ലാർജ് മാൻ ഈറ്റിംഗ് ജയൻ്റ് ആണ്. ഓഗിർസ് എന്ന് പറയുമ്പോൾ റോ ബ്രൂട്ടാലിറ്റി, ഹങ്കർ, ഇതിനെയൊക്കെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് വരുന്നത് എൽവ്സ് ആണ്. എൽവ്സ് എന്ന് പറയുമ്പോൾ മാജിക്കൽ ആയിട്ടുള്ള മിത്തോളജിക്കൽ ബീയിങ്സ് ആണ്. ഈ എൽവ്സ് പിന്നെ ഈ ഡിസീസ് ബ്രിങ്ങേഴ്സ് ആയിട്ടാണ് നമ്മൾ എൽഫുകളെ കാണുന്നത്. നിങ്ങൾക്ക് ഹാരി പോട്ടറിനകത്തൊക്കെ എൽഫുകളെ കാണാൻ സാധിക്കും. കൈൻഡ് ഹെൽപ്പറായിട്ടല്ല, ഡിസീസ് കൊണ്ടുവരുന്ന ആളുകളായിട്ടാണ് എൽഫിനെ കൺസിഡർ ചെയ്യുന്നത്. പിന്നെ ഗ്നോംസ് എന്ന് പറയുമ്പോൾ സ്മോൾ എർത്ത് ഡ്വെല്ലിംഗ് ഗാർഡിയൻസ് ഓഫ് ട്രഷർ എന്നാണ് നമ്മൾ പറയുന്നത്. വിസ്ഡം, ഹിഡൻ നോളജ് അല്ലെങ്കിൽ നേച്ചറിൻ്റെ സീക്രട്ടിനെ സിംബലൈസ് ചെയ്യുന്നതാണ് ഗ്നോംസ് എന്ന് പറയുന്നത്. അതായത് എർത്തിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഗാർഡൻ പ്രൊട്ടക്ടേഴ്സ് ഓഫ് എർത്ത് എന്ന് പറയാം. യൂറോപ്യൻ ട്രഡീഷനിലൊക്കെ അവരങ്ങനെയാണ് വിളിക്കുന്നത്. പിന്നെ ബ്രൗണീസ് എന്നും പറഞ്ഞ് ഒരു ഗ്രൂപ്പുണ്ട്. ബ്രൗണീസ് എന്ന് പറയുമ്പോൾ ഹൗസ് ഹോൾഡ് ഹെൽപ്പേഴ്സ് ആണ്. പക്ഷെ അവർ ഇൻസൾട്ടഡ് ആയി കഴിഞ്ഞാൽ അവർ ഹോസ്റ്റൈലായി മാറും. പിന്നെ കൊബോൾഡ് എന്നും പറഞ്ഞ് ജർമ്മൻ ഫോക്ലോറിലുണ്ട്. അത് ഈ ഷിപ്പിലും ഹൗസിലും മൈൻസിലും ഒക്കെ താമസിക്കുന്ന ഒരു ഫെയറി ക്രീച്ചറാണ്. അപ്പോൾ ഇത് ഈ കൊബോൾഡ് എന്ന് പറയുന്നത് റെപ്രസെൻറ്റ് ചെയ്യുന്ന ഹ്യൂമൻ ബീയിങ്സിൻ്റെ ആൻസൈറ്റി അബൌട്ട് സർവൈവൽ ആൻഡ് സേഫ്റ്റി, അതാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. പിന്നെ മോൺസ്റ്റേഴ്സ് ലൈക്ക് ഓഗർസ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പ്രെഡേറ്റേഴ്സിനെ അല്ലെങ്കിൽ ഫാമിനെയൊക്കെ കാണിക്കുന്നവരാണ്. ഇമ്പെന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞല്ലോ ട്രിക്സ്റ്റർ ആണ്. ഈ ട്രോൾസ് എന്ന് പറയുമ്പോഴും എല്ലാം എന്താ പറയുക, ഒരു കൈൻഡ് ഓഫ് ഹ്യൂമൻ ബീയിങ്സിന് നേരെ ഹോസ്റ്റലായിട്ട് നിൽക്കുന്നവരാണ്.
അപ്പോൾ ഇത്രയും ടൈപ്സ് ഓഫ് ഫാരീസ് ആണുള്ളത്, അല്ലെങ്കിൽ ഇത്രയും ടൈപ്സ് ഓഫ് ക്രീച്ചേഴ്സ് ആണുള്ളതെന്നാണ് പറയുന്നത്. ഹാരി പോട്ടറിനകത്ത് നമുക്ക് കാണാൻ സാധിക്കും ഡഞ്ചിയൻസ് ആൻഡ് ഡ്രാഗൺസ് എന്നുള്ള ആ ഒരു വർക്കിനകത്തൊക്കെ, അതിനകത്തൊക്കെ നമുക്ക് ഈ ഫാരീസിനെ നമുക്ക് ഈ പല ടൈപ്പ്, ഇപ്പോൾ ഈ പറഞ്ഞ പല പേരുകളും പല ക്രീച്ചേഴ്സിനെ നമുക്ക് അതിനകത്ത് കാണാൻ സാധിക്കും. ഇനി സിമിലർ കോൺസെപ്റ്റ്സ് ഇൻ അതർ കൾച്ചർ, ഇനി വേറെ കൾച്ചറിൽ ഇതിനെയൊക്കെ പല പേരിട്ടാണ് വിളിക്കുന്നത്. ഫസ്റ്റ് വൺ ജിന്ന്. ജിന്നെന്ന് പറഞ്ഞാൽ മിഡിൽ ഈസ്റ്റേൺ സ്പിരിറ്റിനെയാണ് ജിന്നെന്ന് പറയുന്നത്. ഗുഡും ഈവിളും ഉണ്ട് അതിനകത്ത്. പിന്നെ ജിന്ന് ഈ ഹ്യൂമൻ ബീങ്സിന് പാരലായിട്ടാണ് ജീവിക്കുന്നത്. അവർക്ക് അവരുടെ സൊസൈറ്റീസും റൂൾസും ഫെയ്ത്തും എല്ലാം ഉണ്ട്. അവർക്ക് ഷേപ്പ് ഷിഫ്റ്റ് ചെയ്യാൻ സാധിക്കും, വിഷസ് ഗ്രാൻഡ് ചെയ്യാൻ സാധിക്കും, ഡിസ്ട്രക്ഷൻ കോസ് ചെയ്യാനും സാധിക്കും. അടുത്ത ഇഫ്രിറ്റ്സ് ആണ്. ഇഫ്രിറ്റ്സ് എന്ന് പറയുന്നത് പവർഫുൾ ആയിട്ടുള്ള റിബല്യസ് ആയിട്ടുള്ള ജിന്നിനെയാണ് പറയുന്നത്. അവർക്ക് ഫയറും വെഞ്ചിൻസും ആണ് അവരുടെ സിമ്പിൾസ് എന്ന് പറയുന്നത്. അപ്പം ഈ അലാദീനകത്തൊക്കെ നമുക്ക് ജിന്നിനെ കാണാൻ സാധിക്കും. വിഷ് ഗ്രാൻഡ് ചെയ്യുന്നതാണ് ജിന്ന്, അല്ലെ, അലാദീൻ സ്റ്റോറിക്കകത്ത്. പിന്നെ അസീസാസ് എന്ന് പറഞ്ഞൊരു കൈറ്റ് ഓഫ് ഇതുണ്ട്. അത് വെസ്റ്റ് ആഫ്രിക്കൻ ഫോറസ്റ്റ് സ്പിരിറ്റാണ്, ഹണ്ടേഴ്സിനെയൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത്. നേച്ചറുമായിട്ടുള്ള ഹാർമണിയാണ് അത് കാണിക്കുന്നത്. അടുത്ത നിംസ്. നിംസ് എന്ന് പറയുമ്പോൾ ഗ്രീക്ക് നേച്ചർ സ്പിരിറ്റിനെയാണ് നിംസ് എന്ന് പറയുന്നത്. ഫീമെയിലാണ് അവർ. ട്രീസും റിവേഴ്സുമായിട്ടും മൗണ്ടൻസുമായിട്ടും കണക്റ്റഡ് ആണ്. ബ്യൂട്ടി, ഫെർട്ടിലിറ്റി അല്ലെങ്കിൽ പോയിറ്റ്സിനുള്ള ഇൻസ്പിറേഷൻ ഇതെല്ലാം സിംബലൈസ് ചെയ്യുന്നു. ചില നിംഫുകൾ ഡേഞ്ചറസ് ആണ്, ഈ സെയിലേഴ്സിനെയൊക്കെ ഡെത്തിലോട്ട് കൊണ്ടുപോകുന്നവരും ഉണ്ട്. പിന്നെ യക്ഷാസ്, അത് ഹിന്ദു ബുദ്ധിസ്റ്റ് സ്പിരിറ്റാണ്. യക്ഷാസ് എന്ന് പറയുന്നത് ട്രഷറും ഫോറസ്റ്റും ഒക്കെ ഗാർഡ് ചെയ്യുന്നവരാണ് യക്ഷാസ്. മെയിൽ യക്ഷാസ് ബെനവലൻ്റ് ആയിരിക്കും, ഫീമെയിൽ യക്ഷിണീസ് എൻചാൻഡിങ് ആയിരിക്കും. ഫെർട്ടിലിറ്റി, വെൽത്ത് ഇതിനെയൊക്കെയാണ് കാണിക്കുന്നത്. അടുത്തത് പെരിസ് അല്ലെങ്കിൽ പെരീഷ്യൻ, അതായത് പേർഷ്യൻ മിത്തോളജി ബീയിങ്സ് ആണ് പെരിസ് എന്ന് പറയുന്നത്. അത് ഫോളൻ സ്പിരിറ്റ് ആണെന്നാണ് അവരെ വിളിക്കുന്നത്. ഹെവനിൽ നിന്ന് വീണ സ്പിരിറ്റുകൾ എന്നാണ് ഇവരെ വിളിക്കുന്നത് കേട്ടോ. പേർഷ്യൻ പോയട്രിയിൽ ഇവരെ പ്രൊട്ടക്ടേഴ്സ് അല്ലെങ്കിൽ ഗൈഡുകളായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഡെസേർട്ട്, ഫോറസ്റ്റ്, വാട്ടർ ഇതിനെയൊക്കെയാണ് ഇവർ സിംബലൈസ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് കൾച്ചറിൽ ഒരുപാട് പേരിട്ടാണ് ആളുകളെ വിളിക്കുന്നത്, അല്ലേ. പിന്നെ ഈ ഫാറി ആണെന്നുണ്ടെങ്കിലും ഈ ഫാറി സ്പിരിറ്റ് അല്ലെങ്കിൽ ഈ ഫാറി സ്റ്റോറീസ് എന്ന് പറയുന്നത് എല്ലാ കൾച്ചറിലും ഉണ്ട്. ചിൽഡ്രനും അഡൾട്ട്സിനും ബോത്ത് അപ്പീലിംഗ് ആയിട്ട് വരുന്നതാണ്. അത് വായിച്ചു നോക്കുമ്പോൾ നമുക്ക് ബോത്ത് വണ്ടർ ആൻഡ് ക്യൂരിയോസിറ്റി കാണാൻ സാധിക്കും, അല്ലേ. അപ്പം എന്തുകൊണ്ടാണ് നമുക്ക് ഇവരെ ഇഷ്ടം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഫാറി ടെയിൽസിനെ ഇഷ്ടം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, റിയാലിറ്റിയിൽ നിന്ന് നമുക്ക് നമ്മളെ എസ്കേപ്പ് ചെയ്യാൻ സഹായിക്കുന്നവയാണ് ഈ ഫാറി ടെയിൽസ് എന്ന് പറയുന്നത്. നമുക്ക് ഇമാജിനേഷൻ വെച്ച് കണക്ട് ചെയ്ത് നമുക്ക് വേറെ ലോകത്ത്, അതർ വേൾഡിലോട്ട് എത്താൻ സാധിക്കും, അല്ലെങ്കിൽ ഇവരുടെ മാജിക്കൽ വേൾഡിലോട്ട് നമുക്ക് എത്താൻ സാധിക്കും. ഒരു കുറച്ച് മിസ്റ്റീരിയസ് ആയിട്ടുള്ള വേൾഡ് ആയിരിക്കും ഇവരുടേത്. ഈ വിഷസ് ഗ്രാൻഡ് ചെയ്ത് കൊടുക്കുക, ട്രാൻസ്ഫോർമേഷൻസ് ഹാപ്പൻ ചെയ്യുക, പിന്നെന്താണ്, നമ്മൾ ഒരിക്കലും വിസിറ്റ് ചെയ്യാത്ത കുറേ സ്ഥലങ്ങളൊക്കെ നമ്മളിങ്ങനെ ഒരു മാജിക്കൽ വേൾഡിലോട്ട് പോകും. നമ്മളെ ആ ഒരു മാജിക്കൽ വേൾഡിലോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നതാണ് ഇവരുടെ ഒരു സക്സസ് എന്ന് പറയുന്നത്. അപ്പോൾ ഹ്യൂമൻ റീച്ചിന് പറ്റാവുന്ന അല്ലെങ്കിൽ ഹ്യൂമൻ റീച്ചിന് ബിയോണ്ട് ആയിട്ടുള്ള സ്ഥലത്ത് നമ്മളെ കൊണ്ടുപോകുന്നു, പ്രോമിസ്ഡ് ലാൻഡ്സിലോട്ട് ഫ്ലൈ ചെയ്ത് ഇൻവിസിബിൾ ആയിട്ട്, അല്ലേ. അപ്പോൾ അൺഎക്സ്പ്ലെയിൻഡ് ആയിട്ടുള്ള കാര്യങ്ങളെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ് ഈ ഫാറി സ്റ്റോറീസ് എന്ന് പറയുന്നത്. ആൻഡ് ഇവർ മോറൽ ലെസൺസ് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്, ഹ്യൂമിലിറ്റി പഠിപ്പിക്കുന്നുണ്ട്, കൈൻഡ്നെസ് പഠിപ്പിക്കുന്നുണ്ട്, നേച്ചറിനെ റെസ്പെക്ട് ചെയ്ത് പഠിപ്പിക്കുന്നുണ്ട്, ക്രിയേറ്റിവിറ്റി ഇൻസ്പയർ ചെയ്യുന്നുണ്ട്, അല്ലേ. അപ്പോൾ ഫാറി സ്റ്റോറീസ് എന്ന് പറയുന്നത് അഡാപ്റ്റബിൾ ആണ്. ഓരോ ജനറേഷൻസിലും ഓരോ രീതിയിൽ ഫാറി ടെയിൽസ് പറഞ്ഞു. ഇപ്പോൾ സിൻഡ്രല്ല തന്നെ പല രീതിയിൽ പറഞ്ഞു പോകുന്നതുണ്ട്, പല വേർഷൻസ് ഉണ്ട് സിൻഡ്രല്ലയുടെ. ബ്യൂട്ടി ആൻഡ് ബീസ്റ്റിനും പല വേർഷൻസ് ഉണ്ട്, അല്ലേ. അപ്പം ചൈൽഡ്ഹുഡ് ഇന്നസെൻസ് അല്ലെങ്കിൽ അതാണ് കാണിക്കുന്നത്. ചൈൽഡ്ഹുഡ് ഇന്നസെൻസിന് വേണ്ടിയാണ് ഇത് കാണിക്കുന്നത് തന്നെ. പിന്നെ അതുപോലെ തന്നെ ഫെയറി വേൾഡ് എന്ന് പറയുമ്പോൾ വളരെ ബ്യൂട്ടിഫുൾ ആണ്. അവിടെ ഒരു ഈവിളും ഹാപ്പൻ ചെയ്യുന്നില്ല. പക്ഷേ ഹ്യൂമൻ ബീയിങ്സിൻ്റെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വേൾഡ് എന്ന് വെച്ചാൽ സ്ട്രഗിൾസ് ആണ് ഫുള്ള്. അതുകൊണ്ടാണ് ഹ്യൂമൻ ബീയിങ്സിൽ കൂടുതൽ ഫെയറി ടെയിൽസിൽ ഇങ്ങനെ എന്താ പറയുക ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കുട്ടികൾക്ക് അതുകൊണ്ടാണ് ഇത് വായിച്ചു കൊടുക്കുന്നത്. ഒരു ഇതും ഇല്ലാത്ത നല്ല കാര്യങ്ങൾ മാത്രം സംഭവിക്കുന്ന ഒരു വളരെ മാജിക്കൽ ആൻഡ് ബ്യൂട്ടിഫുൾ പ്ലേസ് ആണിത്. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വാർണിങ്സും ഇതിനകത്ത് കിട്ടാറുണ്ട്, അല്ലേ. നമ്മൾ ഇങ്ങനെ പെരുമാറിക്കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ കിട്ടുമെന്നുള്ള മോറൽ ഉപദേശങ്ങൾ നമുക്ക് ഇത് വെച്ച് കിട്ടാറുണ്ട്. പിന്നെ ഡിസ്നി ഫാൻറ്റസി നോവൽസ്, ഫിലിംസ് ഇതൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ മോഡേൺ മീഡിയ ശരിക്കും പറഞ്ഞാൽ ഫാറി ടെയിൽസിനെ വേറൊരു റിലത്തിലോട്ട് കൊണ്ടുപോകുന്നുണ്ട്. നമുക്ക് ഡിസ്നിയുടെ തന്നെ ഒരുപാട് ഫാറി പിന്നെ ഫിലിംസും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്, അല്ലേ. അപ്പോൾ ആ ഒരു ബ്യൂട്ടിയെ ബാലൻസ് ചെയ്യുന്നതിലാണ് ഈ ഒരു മാജിക് ഹാപ്പൻ ചെയ്യുന്ന ഫാറി ടെയിൽസിൽ. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഫസ്റ്റ് മൊഡ്യൂളിനകത്ത് നമ്മൾ പഠിക്കുന്നത്. ആ ഫാറി ടെയിൽസിൻ്റെ ഇമ്പോർട്ടൻസും പിന്നെന്താണ് ടൈപ്സ് ഓഫ് ഫാറീസ് അല്ലെങ്കിൽ ക്രീച്ചേഴ്സ് ഓരോ കൾച്ചറിലും ഓരോന്നാണെന്നുള്ളതും ആ ഒരു ഇൻട്രോ ടു ഫാറി ടെയിൽസ് ആണ് അല്ലെങ്കിൽ ഫാറീസ് ആണ് ഈ ഒരു ഇതിനകത്ത് ഫസ്റ്റ് മൊഡ്യൂളിനകത്ത് പറഞ്ഞു പോകുന്നത്. മൊഡ്യൂൾ 1 തന്നെ
നമുക്ക് പഠിക്കാനുള്ളൊരു എസ്സേ ആണ്, ക്രിട്ടിക്കൽ റീഡിങ്ങിനുള്ളൊരു വർക്കാണ്. ഓൺ ഫെയറി സ്റ്റോറീസ് ബൈ J.R.R. ടോക്കീൻ. പേജസ് ഫ്രം 1 to 8 ആണ് നമുക്ക് പഠിക്കാനുള്ളത്. മൊഡ്യൂൾ 1 ക്രിട്ടിക്കൽ റീഡിങ്ങിനുള്ള വർക്കാണ് ഫെയറി സ്റ്റഡീസിലെ. അപ്പോൾ എബൌട്ട് ദി ഓതർ, J.R.R. ടോക്കീൻ എന്ന് പറഞ്ഞ ആളുടെ ഫുൾ നെയിം എന്ന് പറയുന്നത് ജോൺ റൊണാൾഡ് റീൽ ടോക്കീൻ എന്നാണ്. അദ്ദേഹം ഒരു ഇംഗ്ലീഷ് ഫിലോളജിസ്റ്റ് ആയിരുന്നു, പ്രൊഫസർ ആയിരുന്നു, വേൾഡ് റിനൗണ്ട് റൈറ്റർ ആയിരുന്നു ഇദ്ദേഹം. ഫേമസ് വർക്ക്സ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ദ ലോർഡ് ഓഫ് ദ റിങ്സ് ട്രിലജി, അതുപോലെ തന്നെ ദ ഹോബിറ്റ് എന്നുള്ള വർക്കൊക്കെ ഇദ്ദേഹത്തിൻ്റെയാണ്. ഓക്കെ. ആൻഡ് ഇപ്പോൾ ഓൺ ഫെയറി ടെയിൽസ് എന്നുള്ള ഈ ഒരു ലെക്ചർ 1939 ഒരു ലെക്ചറായിരുന്നു. പിന്നീട് അത് പബ്ലിഷ് ചെയ്ത് 1947 ഇത് അദ്ദേഹത്തിൻ്റെ മോസ്റ്റ് ഫേമസ് എസ്സേ ആണ്. ഇറ്റ് ഈസ് റിലേറ്റഡ് ടു ദ തിയറി ഓഫ് ഫെയറി ടെയിൽസ്. അദ്ദേഹം ഫെയറി ടെയിൽസിനെ ചൈൽഡിഷ് സ്റ്റോറീസ് ആയിട്ടല്ല ഡിഫൈൻ ചെയ്യുന്നത്, വളരെ ഡീപ്പായിട്ടുള്ള നറേറ്റീവ്സ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അതായത് മിത്ത്, മാജിക്, ഹ്യൂമൻ ഇമാജിനേഷൻ ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു ഡീപ്പായിട്ടുള്ള നറേറ്റീവ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ഫോക്കസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫെയറി ടെയിൽസ് അല്ലെങ്കിൽ ഫെയറി സ്റ്റോറീസ് വളരെ വൈറ്റലാണ്. ബിക്കോസ് ഹ്യൂമൻ ബീയിങ്സിന് ഒരു എസ്കേപ്പ് തരുന്നൊരു സംഭവമാണ് ഫെയറി ടെയിൽസ് എന്ന് പറയുന്നത്. നമുക്കൊന്ന് റിക്കവർ ആവാൻ, നമുക്കൊന്ന് കൺസോൾഡ് ആവാൻ, നമ്മൾ ജോയ് കിട്ടുന്ന ഒരു പ്ലേസ് ആണ് ഫെയറി ടെയിൽസ് എന്ന് പറയുന്നത്. ആൻഡ് ഇദ്ദേഹത്തിനെ ഫാദർ ഓഫ് മോഡേൺ ഫാൻറ്റസി ലിറ്ററേച്ചർ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് ഇദ്ദേഹത്തിനെ കുറിച്ചുള്ള ബേസിക് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് നമ്മുടെ ആ എസ്സേയിലോട്ട്, ക്രിട്ടിക്കൽ വർക്കിലോട്ട് നമുക്ക് പോവാം. അപ്പോൾ ഫസ്റ്റ് പാരഗ്രാഫ്, അപ്പോൾ ഓൺ ഫെയറി സ്റ്റോറീസ് അല്ലെങ്കിൽ ഓൺ ഫെയറി ടെയിൽസ് എന്നുള്ള ഈ ഒരു എസ്സേക്കകത്ത് പാരഗ്രാഫ് 1 അദ്ദേഹം പറയുന്നത് വെച്ചാൽ ഈ ഒരു എസ്സേ എന്ന് പറയുന്നത് സെയിൻറ്റ് ആൻഡ്രൂസ് എന്നുള്ള എന്താ പറയുക കോളേജിൽ അദ്ദേഹം ആൻഡ്രൂ ലാങ് ലെക്ചേഴ്സിൽ ഉൾപ്പെടുന്നതാണ് ഈ ഒരു എസ്സേ എന്ന് പറയുന്നത്. അതായത് അദ്ദേഹത്തിൻ്റെ ഒരു ലെക്ചറാണിത്. അപ്പോൾ അദ്ദേഹം ഒരു 1938 അദ്ദേഹം ഈ ഒരു ലെക്ചറിൻ്റെ ഒരു ഷോർട്ട് ആൻഡ് വേർഷൻ കൊടുത്തു. അത് എന്താ പറയുക ഫെയറി സ്റ്റോറീസിനെ കുറിച്ചാണ് പറഞ്ഞത്. അപ്പോൾ ടോക്കീൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ എസ്സേ വാസ് ഫസ്റ്റ് ഗിവൺ ആസ് എ ലെക്ചർ അറ്റ് സെയിൻറ്റ് ആൻഡ്രൂസ് ഇൻ 1938. അദ്ദേഹം വളരെ ഓണേർഡായി, വളരെ നെർവസും ആയിരുന്നു. ബിക്കോസ് അദ്ദേഹം ഫെയറി സ്റ്റോറീസിനെ കുറിച്ച് സ്കോട്ട്ലൻഡിലായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. ബിക്കോസ് ഇറ്റ് വാസ് സോ റിസ്കി ടു ടോക്ക് അബൌട്ട് ഫെയറി ടെയിൽസ് ഇൻ സ്കോട്ട്ലൻഡ്. ബിക്കോസ് എന്തുകൊണ്ടാണ് ഈ സ്കോട്ട്ലൻഡിൽ ഫെയറി ടെയിൽസിനെ കുറിച്ച് അത്രയ്ക്ക് വലിയ അഭിപ്രായമൊന്നും അല്ല. അപ്പം ഒരു ഇംഗ്ലീഷ് ആണ് സംസാരിക്കുന്നത്. മറ്റൊരാളുടെ അല്ലെങ്കിൽ മറ്റൊരു കൺട്രിയിലെ ആളുകളുടെ ട്രഡീഷനെ കുറിച്ചും ഒക്കെയാണ് സംസാരിക്കുന്നത്, ഫെയറി സ്റ്റോറീസിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അപ്പം ഇദ്ദേഹം പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ അവിടെ വെച്ച് ആ ലെക്ചർ സ്കോട്ട്ലൻഡിൽ പ്രസംഗിച്ചപ്പോൾ എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഐ വാസ് ലൈക്ക് ആൻ അൺസ്കിൽഡ് മജീഷ്യൻ പെർഫോമിംഗ് ഇൻ ഫ്രണ്ട് ഓഫ് റിയൽ ഫെയറീസ്. അപ്പോൾ വേർ ഫെയിലിയർ കുഡ് ബി പണിഷ്ഡ്. അതായത് ഈ സ്കോട്ട്ലൻഡിൽ എന്താണ് ഫെയറീസിനെ കുറിച്ച് ഡുവൽ ആയിട്ടുള്ള ആ ഒരു ഫെയറി നേച്ചറിനെ കുറിച്ചാണ് അവിടുത്തെ സ്റ്റോറീസിനകത്തുള്ളത്. എന്താ പറയുക, നല്ല ഫെയറീസ് ഉണ്ട്, ചീത്ത ഫെയറീസ് ഉണ്ടെന്നും പറയുന്നുണ്ട്. നല്ല രീതിയിലുള്ള സ്കോട്ട്ലൻഡ് നല്ല രീതിയിൽ ഫെയറി സ്റ്റോറീസ് ശരിക്കും ഉള്ളൊരു സ്ഥലമാണ്, വളരെ സർപ്ലസ് ആയിട്ട്. അപ്പോൾ ആ ഒരു സ്ഥലത്ത് പോയി ഫെയറീസിനെ കുറിച്ച് വളരെ ആധികാരികമായി സംസാരിച്ചപ്പോൾ അദ്ദേഹം പറയുന്നതെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് തന്നെ ഒരു അൺസ്കിൽഡ് ആയിട്ടുള്ള മജീഷ്യൻ പോയി ഫുൾ ഓഫ് ഫെയറീസിൻ്റെ മുമ്പിൽ പോയി മാജിക് ട്രിക്ക് കാണിക്കുന്നത് പോലെ ഇരുന്നു എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത്. എന്തെങ്കിലും ഒരു ചെറിയ മിസ്റ്റേക്ക് പറ്റിക്കഴിഞ്ഞാൽ അത് വളരെ നാണക്കേടായി പോകും. ബിക്കോസ് ഒരു ഇംഗ്ലീഷ്മാൻ സ്കോട്ട്ലൻഡിൽ പോയി സംസാരിക്കുവാണ് അബൌട്ട് ഫെയറീസിനെ കുറിച്ച്. അപ്പോൾ ഇദ്ദേഹം ഒരു കോംപ്ലിമെൻറ്റ് പോലെ പറഞ്ഞതാണ്. അതായത് എന്താ പറയുക, എന്തെങ്കിലും മിസ്റ്റേക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ അവിടെ ഉള്ള ആളുകൾ ഈ മിസ്റ്റേക്സ് ഫോർഗീവ് ചെയ്യണം എന്നില്ല. അപ്പോൾ ഇതാ ഞാൻ പറഞ്ഞത്, ഇദ്ദേഹത്തിൻ്റെ ഒരു ലെക്ചറാണിത്. അതിനെയാണ് പിന്നീട് നമ്മുടെ രൂപത്തിൽ നമുക്ക് എസ്സേ ആയിട്ട് പഠിക്കാൻ ഇപ്പോൾ തന്നേക്കുന്നത്. ആൻഡ് ഹി അഡ്മിറ്റ്സ് ദാറ്റ് അദ്ദേഹം ഒരു അക്കാഡമിക് എക്സ്പേർട്ടൊന്നും അല്ല ഫോക്ലോറിലൊന്നും. അദ്ദേഹം ഒരു ഡിവോട്ടഡ് റീഡർ മാത്രമാണ്. ഇങ്ങനെയുള്ള സ്റ്റോറീസൊക്കെ അദ്ദേഹം വായിച്ചിട്ടേ ഉള്ളൂ. അദ്ദേഹം ഒരു എക്സ്പേർട്ട് ആണെന്ന് അദ്ദേഹം തന്നെ പറയുന്നില്ല, വിശേഷിപ്പിക്കുന്നില്ല. ഫെയറി ലാൻഡ് അല്ലെങ്കിൽ ഫെയറി സ്റ്റോറീസ് എന്ന് വെച്ചാൽ വളരെ ഇനോർമസ് ആണ്. അതിനകത്ത് ഫുൾ ഓഫ് ജോയ്, സോറോ, ബ്യൂട്ടി ഇതെല്ലാമാണ് ഉള്ളത്, അല്ലേ? ആര് വായിച്ചാലും എല്ലാവരെയും അത് വളരെയധികം ഹാപ്പി ആക്കുന്നതാണ് ഈ ഫെയറി സ്റ്റോറീസ് എന്ന് പറയുന്നത്. അപ്പോൾ കൂടുതൽ അതിനെക്കുറിച്ച് നമ്മൾ തിങ്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അതായത് കൂടുതൽ നമുക്ക് എക്സ്പ്ലനേഷൻസ് ഒന്നും അതിനെക്കുറിച്ച് തരാനില്ല. അപ്പോൾ സ്റ്റോറീസ് അബൌട്ട് ഫെയറി സ്റ്റോറീസ് അല്ലെങ്കിൽ ഫെയറി സ്റ്റോറീസ് എന്ന് പറയുമ്പോൾ എന്താണ്, കൂടുതൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് അതിനെ ക്രിട്ടിസൈസ് ചെയ്ത് കീറി മുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അതിനുള്ള മാജിക്ക് ലോസ്റ്റ് ആയി പോകും എന്നാണ് ഇദ്ദേഹം പറയുന്നത്. അപ്പോൾ ടോക്കീൻ പറയുന്നത് വെച്ചാൽ ഇദ്ദേഹത്തിൻ്റെ എസ്സേ ഒരു സ്മോൾ ഇംപെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ഗിഫ്റ്റാണ്. അപ്പോൾ ഫെയറി ലാൻഡിൻ്റെ ഗ്രേറ്റ്നെസ്സിനെ കുറിച്ച് കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇദ്ദേഹത്തിന് നടത്താനുള്ള സ്പീച്ച് എന്ന് പറഞ്ഞ് ഇദ്ദേഹം ഫെയറി സ്റ്റോറീസിനെ കുറിച്ച് എന്താ പറയുക വേറൊരു ഡിഫറെൻറ്റ് പോയിന്റ് ഓഫ് വ്യൂവിൽ അനലൈസ് ചെയ്യുന്നൊരു മനുഷ്യനാണ്, അതിനെക്കുറിച്ച് സംസാരിക്കാൻ പോകുന്ന ആളാണ്. സോ ഇദ്ദേഹം പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്മോൾ ഇംപെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ഗിഫ്റ്റ് പോലെയാണ് അദ്ദേഹത്തിൻ്റെ ഈ ഒരു എസ്സേ എന്ന് പറയുന്നത്.
ഫെയറി ലാൻഡിന്റെ ഗ്രേറ്റ്നെസ്സിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഈ ഒരു എസ്സേ എന്ന് പറഞ്ഞൊരു ഇംപെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ഗിഫ്റ്റ് ആയിട്ടാണ് ഇദ്ദേഹം പറയുന്നത്. ദെൻ അപ്പോൾ ഡെസ്പൈറ്റ് ഈ ഒരു ഡിഫിക്കൽട്ടീസ് ഉണ്ടെങ്കിൽ പോലും JRR ടോക്കിൻ പറയുന്നത് വെച്ചാൽ 3 മെയിൻ ക്വസ്റ്റ്യൻസിനുള്ള ആൻസറാണ് ഇദ്ദേഹം ഇപ്പോൾ പറയാൻ പോകുന്നത്. എന്താണ് ഫെയറി സ്റ്റോറീസ്, വാട്ട് ഈസ് ദെയർ ഒറിജിൻ, വാട്ട് പേർപ്പസ് ഡു ദേ സെർവ്. ഈ ആൻസേഴ്സ് ആണ് ഇദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ഫ്രം എ പേഴ്സണൽ പോയിന്റ് ഓഫ് വ്യൂ. ആൻഡ് ഓൾസോ ഇദ്ദേഹം കുറച്ച് സ്റ്റോറീസ് വായിച്ചിട്ടുണ്ട്. അദ്ദേഹം ഓൾറെഡി കുറച്ച് സ്റ്റോറീസ് വായിച്ചിട്ടുണ്ട്. സോ ഫ്രം ദാറ്റ് പേഴ്സണൽ സൈഡ് അല്ലെങ്കിൽ ഫ്രം ദാറ്റ് പേഴ്സണൽ റീഡിംഗ് അദ്ദേഹം കുറച്ച് വ്യൂ പോയിന്റ്സ് തരുവാണ്. എന്താണ് ഫെയറി സ്റ്റോറീസ് എന്ന്, അതിൻ്റെ പേർപ്പസ് എന്താണെന്നും അതിൻ്റെ ഒറിജിൻ എന്താണെന്നും പറയുവാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഓക്സ്ഫോർഡ് ഡിക്ഷണറിയിൽ അദ്ദേഹം പറയുന്നത് ഫെയറി സ്റ്റോറീസ്, അതായത് ഡിക്ഷണറിയിൽ ഫെയറി സ്റ്റോറി എന്ന് പറയുമ്പോഴോ അല്ലെങ്കിൽ ഫെയറി ടെയിൽ എന്ന് പറയുമ്പോൾ വലിയ എക്സ്പ്ലനേഷനും കാര്യങ്ങളും ഒന്നും ഇല്ല. ഫെയറി ടെയിൽ എന്ന് പറയുന്ന വാക്ക് തന്നെ 1750 തൊട്ടാണ് റെക്കോർഡ് ചെയ്യാൻ തുടങ്ങിയത്. ആൻഡ് അതിന് 3 മീനിങ്സ് ആണുള്ളത്. ഫെയറീസിനെ കുറിച്ചുള്ള സ്റ്റോറി, അല്ലെങ്കിൽ ഒരു അൺബിലീവബിൾ സ്റ്റോറി, അല്ലെങ്കിൽ ഒരു നുണ, അല്ലെങ്കിൽ ഒരു ലൈ. ഇപ്പോൾ JRR ടോക്കിൻ റിജക്റ്റ് ചെയ്യുന്നത് ലാസ്റ്റ് 2 ഡെഫിനിഷൻസിനെ റിജക്റ്റ് ചെയ്യുവാണ്. ഫസ്റ്റിനെ വളരെ നാരോ ആയിട്ടാണ് ഇദ്ദേഹം കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഫെയറീസ് എന്ന് വെച്ചാൽ ടൈനി മാജിക്കൽ ക്രീച്ചേഴ്സ് എന്ന് പറയുന്നത് പോലും വളരെ മിസ്ലീഡിംഗ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ ആയിട്ടാണ് ഇദ്ദേഹം കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അതായത് ഡിക്ഷണറിക്കകത്ത് ഫെയറീസിനെ കുറിച്ച് ചോദിക്കുമ്പോൾ വളരെ മൈന്യൂട്ട് സൈസിലുള്ള സൂപ്പർ നാച്ചുറൽ ബീയിങ്സ് അത്രേ ഉള്ളൂ. ടൈനി മാജിക് ക്രീച്ചേഴ്സ് അതൊന്നും ആരും അക്സെപ്റ്റ് ചെയ്യുന്നില്ല, നമ്മുടെ JRR ടോക്കിൻ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. പിന്നെ അടുത്ത വാക്ക് ഇദ്ദേഹം നോക്കുന്നത് സൂപ്പർ നാച്ചുറൽ ആണ്. സൂപ്പർ നാച്ചുറൽ മൈന്യൂട്ട് ആയിട്ടുള്ള ടൈനി മാജിക്കൽ ക്രീച്ചേഴ്സ് എന്നാണ് ഇതേവരെ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത് ഡിക്ഷണറിക്കകത്ത്. അപ്പോൾ സൂപ്പർ നാച്ചുറൽ എന്നുള്ള വേർഡ് പോലും ഫെയറീസിന് അപ്ലൈ ചെയ്യുന്നത് വളരെ ഡിഫിക്കൽട്ട് ആണെന്നാണ് ഇദ്ദേഹം പറയുന്നത്. ബിക്കോസ് ഫെയറീസ് ആർ നോട്ട് ഔട്ട്സൈഡ് ഓഫ് നേച്ചർ എന്നാണ് ഇദ്ദേഹം വിളിക്കുന്നത്. സൂപ്പർ നാച്ചുറൽ എന്ന് പറയുമ്പോൾ ബിയോണ്ട് സംതിങ് നാച്ചുറൽ എന്നാണ് നമ്മളൊരു വെപ്പ് അല്ലേ. പക്ഷേ ഫെയറീസ് എന്ന് പറയുന്നത് ഒരിക്കലും ഔട്ട്സൈഡ് നേച്ചർ അല്ല. അവർ കുറച്ചും കൂടി നാച്ചുറൽ ആണ് ഹ്യൂമൻ ബീങ്സിനെക്കാട്ടിലും കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ. ബിക്കോസ് ദേ ഹാവ് എ ലോട്ട് ഓഫ് കണക്ഷൻ വിത്ത് നേച്ചർ. ഹ്യൂമൻസിനാണ് സ്ട്രേഞ്ച്, അൺനാച്ചുറൽ വൺസ്, ഫെയറീസ് അല്ലെന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഫെയറി ലാൻഡ് എന്ന് വെച്ചാൽ അതൊരു വേൾഡാണ്, ഹെവനോ ഹെല്ലോ ഒന്നും അല്ല. ചിലർ ഫെയറി ലാൻഡ്സിനെ ഡെവിളുമായിട്ടും ഡെവിളിഷ് വേൾഡുമായിട്ടൊക്കെ കമ്പയർ ചെയ്യുന്നുണ്ട്. പക്ഷെ അങ്ങനൊന്നും അല്ലെന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഫെയറീസും നാച്ചുറലാണ്, ഹ്യൂമൻ ബീങ്സ് ആണ് സ്ട്രേഞ്ച് വൺസ് എന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഇനി ടോക്കിൻ ഒരു ബാലഡിനെ സൈറ്റ് ചെയ്യുന്നുണ്ട്. ദാറ്റ് കമ്പയർസ് 3 പാത്ത്. ഒരു സ്കോട്ടിഷ് ബാലഡിനെ കുറിച്ചാണ് ഇദ്ദേഹം പറയുന്നത്. 3 റോഡിനെ കുറിച്ചാണ് അദ്ദേഹം ആ ബാലഡിനകത്ത് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ആ ബാലഡിനെ കുറിച്ചാണ് ഇദ്ദേഹം സംസാരിക്കുന്നത്. നാരോ റോഡെന്ന് പറയുന്നത് അല്ലെങ്കിൽ ഹാർഡ് റോഡെന്ന് പറയുന്നത് ഹെവനിലോട്ടാണ്. വളരെ ബ്രോഡായിട്ടുള്ള റോഡ് ഹെല്ലിലോട്ടും, ബ്യൂട്ടിഫുൾ ആൻഡ് വൈൻഡിങ് റോഡെന്ന് വെച്ചാൽ ഒരു എൽഫ് ലാൻഡിലോട്ടുമാണ് പോകുന്നത്. 3 പാത്തുകളെ കുറിച്ച് അല്ലെങ്കിൽ 3 റോഡുകളെ കുറിച്ചാണ് ഇദ്ദേഹം സംസാരിക്കുന്നത്. 3 വഴികളെക്കുറിച്ച്. അതൊരു സ്കോട്ടിഷ് ബാലഡിനകത്ത് പറയുന്നതാണ്. അതായത് റോഡ് വളരെ നാരോ ആണെന്നുണ്ടെങ്കിൽ ആ റോഡ് നല്ലതാണ്, അത് ഹെവനിലോട്ടുള്ളതാണ്. അത് വളരെ ഡിഫിക്കൽട്ടായിരിക്കും. ആ ഒരു റോഡ് വളരെ ബ്രോഡാണെന്നുണ്ടെങ്കിൽ, വീതിയൊക്കെ ഉള്ളതാണെന്നുണ്ടെങ്കിൽ അത് വിക്കറ്റ്നെസ്സിനെ കാണിക്കുന്നു, അത് ഹെല്ലിലോട്ടുള്ള വഴിയാണ്. വളരെ ഫെയർ ആയിട്ടുള്ള റോഡാണെന്നുണ്ടെങ്കിൽ അതെന്താണ്, അത് അതായത് വളരെ ഫെയർ ആയിട്ടും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റോഡാണെന്നുണ്ടെങ്കിൽ അത് എൽഫ് ലാൻഡിലോട്ടുള്ള വഴിയാണെന്നാണ് പറയുന്നത്. അതായത് ഹൗ ഫോക്ലോർ ഇമാജിൻ ഫെയറി, അതായത് അപ്പോൾ ഇവിടെ എൽഫ് ലാൻഡ് എന്നുള്ളതാണ് ഇവിടുത്തെ നമ്മുടെ ഫെയറി ലാൻഡ്. അതിനെ ഒരു ഡിസ്റ്റിങ്ക്റ്റ് പ്ലേസ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അത് ഹെവനും അല്ല ഹെല്ലും അല്ല. അപ്പോൾ 3 വേൾഡിനെ കുറിച്ചാണ് ആര് പറയുന്നത്, സ്കോട്ടിഷ് ബാലഡിനകത്ത് ഓൾറെഡി പറയുന്നത്. അപ്പോൾ ഫെയറി ലാൻഡ് ഹെവനിലും അല്ല ഹെല്ലിലും അല്ല, അതൊരു ബ്യൂട്ടിഫുൾ പ്ലേസ് ആണ്, മറ്റൊരു പ്ലേസ് ആണെന്നാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. മോഡേൺ ഐഡിയ ഓഫ് ഫെയറീസ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്, ടൈനി വിങ്ഡ് ക്രീച്ചേഴ്സ് ആണ്. അതൊരു ലിറ്റററി ഇൻവെൻഷനാണ്, അതൊരു ട്രഡീഷൻ അല്ല. ഒറിജിനലി ഫെയറീസ് എന്ന് പറയുന്നത് സ്മോൾ അല്ലായിരുന്നു. ഈ മിനിയേച്ചർ ഫെയറി എന്നുള്ള ഈ ഒരു കോൺസെപ്റ്റ് ഇംഗ്ലണ്ടിലാണ് പോപ്പുലർ ആയത്. ബിക്കോസ് ലിറ്ററേച്ചറിലാണ് അത് ആദ്യമേ പോപ്പുലറൈസ് ചെയ്തത്. പിന്നെ ലിറ്ററേച്ചറിലാണ് ഈ ഒരു കോൺസെപ്റ്റ് പിന്നെ വീണ്ടും സ്പ്രെഡ് ആയത്. റൈറ്റേഴ്സ് ലൈക്ക് ഷേക്സ്പിയർ ആണെന്നുണ്ടെങ്കിലും മൈക്കിൾ ഡ്രേറ്റൺ എന്ന് പറഞ്ഞ റൈറ്റർ ആണെന്നുണ്ടെങ്കിലും കുഞ്ഞു ഫെയറീസ്, സ്മോൾ ഫെയറീസിനെ കുറിച്ചാണ് ഇവർ സംസാരിച്ചത്, പോപ്പുലറൈസ് ചെയ്തത്. പക്ഷേ JRR ടോക്കിന് ഈ ഒരു കോൺസെപ്റ്റ് ഉണ്ടല്ലോ, ഫെയറീസ് എന്ന് പറയുമ്പോൾ സ്മോൾ ടൈനി മാജിക്കൽ ക്രീച്ചേഴ്സ് ആണെന്നുള്ളത് വളരെ ഷാലോ ആയിട്ടും വളരെ ടയർസം ആയിട്ടാണ് ഇദ്ദേഹം അക്സെപ്റ്റ് ചെയ്തത്. അതായത് ഇദ്ദേഹത്തിന് അത് വലിയ ഇഷ്ടപ്പെട്ടില്ല. അതായത് അദ്ദേഹം പറയുന്ന കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു മിസ്റ്റീരിയസ് ആയിട്ടുള്ള ക്രീച്ചർ ആണല്ലോ, ഈ ഒരു ടൈനി ക്രീച്ചേഴ്സ് ആണല്ലോ ആരാന്ന് പറയുന്നത്, നമ്മുടെ ഫെയറീസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ മിസ്റ്ററി ആയിട്ടുള്ളൊരു കാര്യത്തിനെ നമ്മൾ എപ്പോഴും ചെറുതാക്കി കാണുകയാണെന്നാണ് ഇദ്ദേഹം പറയുന്നത്. പിന്നെ പാരഗ്രാഫ് 8 പറയുന്നത് വെച്ചാൽ JRR ടോക്കിൻ മോക്ക് ചെയ്യുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞൊരു റൈറ്റർ ഉണ്ടല്ലോ, മൈക്കിൾ ഡ്രേറ്റന്റെ തന്നെ വർക്ക് ആയിട്ടുള്ള നിംഫീഡിയ. അതിനകത്തെന്ന് പറയുന്നത് ഫെയറീസ് ബാറ്റ് വിങ് ഹൗസസിലാണ് ജീവിക്കുന്നതെന്നും ഇൻസെക്റ്റിന്റെ മുകളിലാണ് ഇവർ റൈഡ് ചെയ്യുന്നതെന്നുമാണ് പറഞ്ഞിരിക്കുന്നത്.
അപ്പോൾ ആ ഒരു ഇമാജിനേഷൻ ആണെന്നെങ്കിൽ പോലും ഇങ്ങനെയുള്ള സ്റ്റോറീസ് വളരെ ഡള്ളാണെന്നാണ് പറയുന്നത്. ഇതൊരു വേസ്റ്റ് ഫെയറി സ്റ്റോറി ആണെന്നാണ് നിംഫീഡിയെ കുറിച്ച് പറയുന്നത്. മൈക്കിൾ ട്രീറ്റന്റെ തന്നെ വർക്കായിട്ടുള്ള നിംഫീഡിയെ കുറിച്ച് J.R.R. ടോക്കിൻ കളിയാക്കിക്കൊണ്ട് പറയുന്നതാണ്. വളരെ ബോറിംഗ് ആയിട്ടുള്ള ടെയിലാണെന്നാണ് പറയുന്നത്. ആ ടെയിലിനകത്ത് ജലസ് ലവേഴ്സിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ അത് വളരെ എന്താ പറയുക, ഭയങ്കര ബോറിംഗ് ആണെന്നാണ് അദ്ദേഹം പറയുന്നത്. ദെൻ ഇപ്പോൾ ഫെയറി എന്നുള്ള നൗണിനെ കുറിച്ചാണ് അടുത്ത അദ്ദേഹം ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ഫെയറി എന്നുള്ള നൗൺ പുതിയൊരു നൗൺ വേർഡാണ്, ന്യൂ ആണ്. ട്യൂഡർ പീരീഡിന് ശേഷം ഇംഗ്ലണ്ടിൽ അങ്ങനെ വന്നൊരു വേർഡാണ് ഈ ഒരു ഫെയറി എന്നുള്ള വേർഡ്. അപ്പം ഓഫ് ഫെയറി എന്ന് ഏർലിയർ റൈറ്റേഴ്സ് യൂസ് ചെയ്തിരുന്നതെന്ന് വെച്ചാൽ ഫ്രം ദി വേൾഡ് ഓഫ് എൽഫുകളുടെ രാജ്യത്തിൽ നിന്ന്, എൽഫുകളുടെ വേൾഡിൽ നിന്നുള്ളതിനെയാണ് ഓഫ് ഫെയറി എന്നുള്ള പണ്ടുള്ള റൈറ്റേഴ്സ് ഇതിനെ മീൻ ചെയ്തിരുന്നത്. അപ്പോൾ ഫെയറി ബീയിങ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഹ്യൂമൻ ബീയിങ്സ് ആയിട്ട് ഡിസ്ഗൈസ് ചെയ്യാൻ പറ്റും. ഓഫൺ എക്സ്ട്രീംലി ബ്യൂട്ടിഫുൾ ആയിട്ടൊക്കെ അവർക്ക് അപ്പിയർ ചെയ്യാൻ സാധിക്കും എന്നൊക്കെയാണ് പണ്ടത്തെ ഒരു ഇൻ്റർപ്രിട്ടേഷൻ. ഫോക്ലോറിനകത്ത് എന്താ പറയുന്നത്, ഈ അങ്ങനെയുള്ള ഫെയറീസിന് എൻചാൻറ്റഡ് ആയിട്ട് മാറുന്ന ആളുകളാണ് ഹ്യൂമൻ ബീയിങ്സ് എന്നാണ് ഫോക്ലോർ ടെയിൽസിനകത്തൊക്കെ പറയുന്നത്. ഉദാഹരണത്തിന് നമ്മുടെ സ്പെൻസർ എന്നുള്ള ഗ്രേറ്റ് ഇംഗ്ലീഷ് റൈറ്ററിൻ്റെ തന്നെ വർക്കായിട്ടുള്ള ഫെയറി ക്വീനകത്തും ഇൻസെക്ട് സൈസ്ഡ് എന്താ പറയുക, ഈ ഒരു ട്രഡീഷനെ കുറിച്ചും ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെയാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ സ്പെൻസറിൻ്റെ ഫെയറി ക്വീനകത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയുള്ള നൈറ്റുകൾ, KNIGHTS, വാരിയേഴ്സ്, നൈറ്റ്സ് എന്ന് പറയുന്നത് ഫെയറി വേൾഡിൽ ബിലോങ് ചെയ്യുന്നതായിട്ടൊക്കെയാണ് കാണിച്ചിരിക്കുന്നത്. ഇനി ടോക്കിൻ ക്ലാരിഫൈ ചെയ്യുന്നുണ്ട്, ഫെയറി സ്റ്റോറി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഇസ് നോട്ട് നെസസറിലി അബൌട്ട് ഫെയറീസ്, പക്ഷേ ഒരു എൻചാൻറ്റഡ് പ്ലേസിനെ കുറിച്ചാണ് ഈ ഒരു സ്റ്റോറി എന്ന് പറയുന്നത്. അതിനകത്ത് നേച്ചറുണ്ട്, സ്കൈ ഉണ്ട്, സീ ഉണ്ട്, ട്രീസ് ഉണ്ട്, ബ്രെഡ് ഉണ്ട്, അവിടെ ഈവൻ ഹ്യൂമൻ ബീങ്സും ഉണ്ടെന്നാണ് പറയുന്നത്. ഒരു മാജിക്കൽ റെലമായിട്ടാണ് ഫെയറി ലാൻഡിനെ കൺസിഡർ ചെയ്യുന്നത്. ഫെയറി ലാൻഡ് എന്ന് പറയുന്നത് ഡേഞ്ചറസും ആണ്, മിസ്റ്റീരിയസ് ആണെന്നും പറയുന്നുണ്ട്, പക്ഷെ ഒരു നാച്ചുറൽ ആയിട്ടുള്ളൊരു പ്ലേസ് ആണ്. പിന്നെ അദ്ദേഹം കൺക്ലൂഡ് ചെയ്യുന്ന പിന്നെ അദ്ദേഹം കൺക്ലൂഷനിൽ പാരഗ്രാഫ് 11 പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ സ്റ്റോറീസ് ഡയറക്ട്ലി അബൌട്ട് ഫെയറീസ് എന്ന് പറയുന്നത് അൺകോമൺ ആണ് ആൻഡ് ഓഫൽ ഡൾ സ്റ്റോറീസ് ആണ്. ബെസ്റ്റ് ടെയിൽസ് എന്ന് പറയുന്നത് ഹ്യൂമൻ എൻകൗണ്ടേഴ്സ് വിത്ത് ഫെയറി ലാൻഡ് ആണ്. അതിനകത്ത് ഡേഞ്ചറും വണ്ടറും എല്ലാം കാണിക്കുന്നുണ്ട്. അങ്ങനെയുള്ള സ്റ്റോറീസ് ആണ് സൂപ്പർ എന്നാണ് ആര് പറയുന്നത്, J.R.R. ടോക്കിൻ പറയുന്നത്. ഇനി അടുത്ത പാരഗ്രാഫിനകത്തെന്ന് പറയുന്നത്, ഈവൻ ഇഫ് എൽഫ് എന്ന് പറയുന്ന ആ ഒരു സംഭവം ഉണ്ടല്ലോ, ഫെയറി ക്രീച്ചർ, അത് റിയൽ ആണെങ്കിൽ കൂടി അവർ അവരുടെ റെലത്തിനാണ് താമസിക്കുന്നത്. ആൻഡ് ദേ ആർ നോട്ട് അറ്റ് ഓൾ ഇൻവോൾവ് വിത്ത് ഹ്യൂമൻ അഫെയർസ്. അപ്പോൾ നമ്മൾ ഈ ഹ്യൂമൻ ബീങ്സുമായിട്ട് എപ്പോഴും ഫെയറി ടെയിൽസ് അവർ വന്ന് ഉപദ്രവിക്കുന്നു ഇങ്ങനെയൊക്കെ പറയുമ്പോൾ തന്നെ അത് ഡൾ സ്റ്റോറീസ് ആയിട്ടാണ് J.R.R. ടോക്കിൻ പറയുന്നത്. നമ്മൾ വളരെ റെയർ ആയിട്ടാണ് ഇവരെ എൻകൗണ്ടർ ചെയ്യുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ ഫെയറി എന്ന് പറയുന്നത് ഇറ്റ് ഇസ് നോട്ട് ജസ്റ്റ് അബൌട്ട് ഫെയറീസ്, പക്ഷേ എന്താണെന്നാണ് പറഞ്ഞിരിക്കുന്നത്, ഒരു മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഡേഞ്ചറസ് ആയിട്ടുള്ള സ്ഥലത്താണ് ഫെയറി ലാൻഡ് എന്ന് പറയുന്നത്. അവിടെ മാജിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളും അല്ലാതെയുള്ള തിങ്സും ഒക്കെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ അടുത്ത പാരഗ്രാഫിനകത്ത് പറഞ്ഞാൽ ഫെയറി സ്റ്റോറി എന്ന് പറയുന്നത് ഇറ്റ് ഷുഡ് നോട്ട് ബി ജഡ്ജ്ഡ് ബൈ വെദർ ഇറ്റ് കണ്ടെയ്ൻസ് എൽഫ്സ് അല്ലെങ്കിൽ ഫെയറീസ്. ഇൻസ്റ്റഡ് എന്താണെന്നാണ് പറഞ്ഞിരിക്കുന്നത്, ഫെയറി ലാൻഡുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു മാജിക്കൽ റെലത്തിനകത്ത് വരുന്ന അല്ലെങ്കിൽ ഫുള്ളി വേർഡ്സിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത ഒരു മാജിക്കൽ സ്പേസ്, അതാണ് ഫെയറി ലാൻഡ് എന്ന് പറയുന്നത്. അല്ലാതെ ഫുൾ ടൈം എൽഫ് അല്ലെങ്കിൽ ഫെയറീസ് ഉള്ള സ്ഥലമാണ് ഫെയറി ലാൻഡ് അല്ലെങ്കിൽ ഫെയറി സ്റ്റോറീസ് നമുക്ക് പറയാൻ സാധിക്കുകയില്ല. അപ്പോൾ ഫെയറി എന്നുള്ള വാക്കിൻ്റെ മീനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മാജിക്കാണ്, മിസ്റ്റീരിയസ് ആണ്, എൻചാൻറ്റിങ് ആണ്, സീരിയസ് ആണ്. അല്ലാതെ ചുമ്മാ ചീപ്പ് ട്രിക്സോ സ്റ്റേജ് മാജിക്കോ പോലുള്ള കാര്യങ്ങളല്ല ഇതിനകത്ത് ഹാപ്പൻ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു മാജിക് ഓഫ് ഫെയറി ലാൻഡ് എന്ന് വെച്ചാൽ ബിയോണ്ട് ഡെഫിനിഷനാണ്, നമുക്ക് ഫീൽ ചെയ്യാനേ സാധിക്കും, ലോജിക്കലി എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കത്തില്ലെന്നാണ് ഇദ്ദേഹം പറയുന്നത്. എന്നിട്ട് അദ്ദേഹം എക്സാമ്പിളായിട്ട് പറയുന്നത് സർ ഗവെയിൻ ആൻഡ് ദ ഗ്രീൻ നൈറ്റ് എന്ന് പറഞ്ഞൊരു വർക്കാണ്. അതിനകത്ത് അദ്ദേഹം ഈ ഒരു വർക്കിനെ അദ്ദേഹം പ്രേസ് ചെയ്യുന്നുണ്ട്. അതൊരു സീരിയസ് ആയിട്ടുള്ള ഫെയറി സ്റ്റോറി എന്നാണ് പറയുന്നത്, ബിക്കോസ് അവിടെ മാജിക്കിനെ റെസ്പെക്ട് ചെയ്യുന്നു ആ സ്റ്റോറിക്കകത്ത്. ഇനി കളക്ഷൻസ് ഓഫ് ഫെയറി ടെയിൽസ് എന്ന് പറയുന്നത് ഓഫൺ ഇറ്റ് ഇൻക്ലൂഡ് സ്റ്റോറീസ് ദാറ്റ് ആർ നോട്ട് റിയലി കണക്റ്റഡ് വിത്ത് ഫെയറി. ഫോർ എക്സാമ്പിൾ ആൻഡ്രൂ ലാങ് എന്ന് പറഞ്ഞ റൈറ്ററിൻ്റെ ബ്ലൂ ഫെയറി ബുക്ക് എന്ന് പറഞ്ഞൊരു വർക്ക് ഉണ്ട്. അതിനകത്ത് മെനി ടെയിൽസ് ഉണ്ട്, പക്ഷെ അതൊന്നും ഫെയറീസിനെ കുറിച്ചുള്ള ടെയിൽ അല്ല. അപ്പോൾ ഫെയറി ടെയിൽ എന്ന് ഫെയറി എന്നുള്ള വാക്കുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ അതിനകത്ത് എപ്പോഴും എൽഫിനെ കുറിച്ചും ഫെയറീസിനെ കുറിച്ചും ഫെയറി ക്രീച്ചേഴ്സിനെ കുറിച്ചും ഒന്നും അല്ല. ഫെയറി ടെയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, ഇറ്റ് ഇസ് നോട്ട് ഈക്വൽ ടു എനി ചിൽഡ്രൻ സ്റ്റോറി വിത്ത് മാജിക്. അതിനകത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡീപ്പർ മാജിക് ഉള്ള കാര്യങ്ങളാണ് ഇതിനകത്ത് പറയുന്നത്. ഇപ്പോൾ സിൻഡ്രല്ല, പിന്നെ പുസ് ഇൻ ബൂട്ട്സ് എന്ന് പറഞ്ഞ ഫ്രഞ്ച് ടെയിൽസിനകത്തൊക്കെ അതൊക്കെ ടിപ്പിക്കൽ ഫെയറി ടെയിൽസ് ആണ് എന്നാണ് ഇദ്ദേഹം പറയുന്നത്, J.R.R. ടോക്കിൻ പറയുന്നത്. ചില സ്റ്റോറീസ് ഉണ്ട്, നമുക്ക് ഗള്ളിവേഴ്സ് ട്രാവൽസ് എന്ന് പറഞ്ഞൊരു വർക്കുണ്ട്. അതൊക്കെയെന്ന് വെച്ചാൽ അതിനെയൊക്കെ ഫെയറി ടെയിൽസ് എന്ന് ചില ആളുകൾ വിളിക്കാറുണ്ട്. അപ്പോൾ ഗള്ളിവേഴ്സ് ട്രാവൽസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗള്ളിവർ എന്ന് പറഞ്ഞ ആൾ
ഐ മീൻ എന്ത് പറയുക, ഓരോ സ്ഥലങ്ങളിലൊക്കെ പോവാണ്. അദ്ദേഹം ഓരോ സ്ഥലങ്ങളിൽ പോകുമ്പം ഒരു സ്ഥലത്ത് പോകുമ്പം മനുഷ്യൻ്റെ ബോഡിയും കുതിരയുടെ തലയുള്ള ആളുകളുണ്ട്. അതുപോലെ തന്നെ ചില സ്റ്റോറീസിൽ ചില സ്ഥലങ്ങളിൽ പോകുമ്പം ഏറ്റവും കുരുട്ട് മനുഷ്യന്മാരുള്ള സ്ഥലമുണ്ട്. അപ്പോൾ അതിനെ ഫെയറി ടെയിൽ നമുക്ക് വിളിക്കാൻ പറ്റത്തില്ലെന്നാണ് പറയുന്നത്. അതൊക്കെ ട്രാവലേഴ്സ് ടെയിലാണ്. ഗളിവേഴ്സ് ട്രാവൽസ് എന്ന വർക്ക് എന്ന് പറയുന്ന ഒരു ഫെയറി സ്റ്റോറി അല്ല. കാരണം അതിനകത്ത് ലില്ലിപുട്ട് എന്നുള്ളൊരു സ്ഥലത്ത് പോകുമ്പോഴാണ് അദ്ദേഹം ഏറ്റവും എറുമ്പുകളുടെ അത്രയുള്ള ഹ്യൂമൻ ബീങ്സിനെ ഒരു ആ ക്യാരക്ടർ കാണുന്നുണ്ട്. അവരെ ലില്ലിപുട്ടിയൻസ് എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ സൈസ് കണ്ടിട്ട് ഉടനെ അത് മാജിക്കലാണ്, അതുകൊണ്ട് അതൊരു ഫെയറി ടെയിലാന്ന് പറയാൻ സാധിക്കില്ല. അതൊരു സറ്റയറാണ്. അത് ട്രാവൽ ചെയ്യുന്ന അല്ലെങ്കിൽ ട്രാവലേഴ്സ് ടെയിൽ എന്നാണ് നമ്മൾ അതിനെ വിളിക്കുന്നത്. ഇനി അദ്ദേഹം ഒരു ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ് പറയുന്നുണ്ട്. സം ടൈംസ് ഫാർ അവേ ലാൻഡ്സ് അല്ലെങ്കിൽ ഡിസ്റ്റൻറ്റ് ടൈംസ് നമുക്കൊരു മാജിക്കൽ ക്വാളിറ്റി തരുന്നൊരു സ്റ്റോറി പറയും. അതാണ് H.G. വെൽസിൻ്റെ ദ ടൈം മെഷീൻ എന്ന് പറയുന്നത്. അപ്പോൾ മാജിക് ഓഫ് ഫെയറി എന്ന് പറയുന്നത് എന്താണെന്ന്, മാജിക് ഇൻ ഫെയറി സ്റ്റോറീസ് എന്ന് പറയുന്നത് ഡീപ്പായിട്ടുള്ള ഹ്യൂമൻ ഡിസയേഴ്സിനെ സാറ്റിസ്ഫൈ ചെയ്യുന്നതായിരിക്കണം. അതായത് ടൈം ആൻഡ് സ്പേസിനെ എക്സ്പ്ലോർ ചെയ്യുന്നതായിരിക്കണം. വേറെ ബീയിങ്സുമായിട്ട് നമ്മളെ കണക്ട് ചെയ്യുന്ന വല്ല സ്റ്റോറീസൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് നല്ലതാണെന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഇനി ഡ്രീം സ്റ്റോറീസ് എന്ന് പറയുന്നതിനെ നമുക്ക് ഫെയറി സ്റ്റോറീസിൽ നമ്മൾ ഒരിക്കലും ചേർക്കരുതെന്നാണ് പറയുന്നത്. അതൊരു ഡ്രീം സ്റ്റോറി ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇഫ് ഇറ്റ് ഈസ് അബൌട്ട് എ ഡ്രീം ആണെന്നുണ്ടെങ്കിൽ അത് മാജിക്കിനെ റൂയിൻ ചെയ്യും എന്നാണ് പറയുന്നത്. ചില സ്റ്റോറീസ് ഉണ്ട് ഡ്രീം സ്റ്റോറീസ് എന്ന് പറയും. ഡ്രീംസ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാമല്ലോ അത് പിന്നെന്താ പറയുക, അതൊരു റിയൽ അല്ല എന്ന് നമുക്കറിയാം. അതൊരു ഡ്രീം മാത്രമാണെന്നാണ് ലാസ്റ്റ് പറഞ്ഞ് നിർത്തുന്നത് അങ്ങനെയുള്ള സ്റ്റോറീസിൽ. അപ്പോൾ അങ്ങനെയുള്ളതിനെയൊന്നും നമുക്ക് ഫെയറി സ്റ്റോറീസ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റത്തില്ലെന്നാണ് പറയുന്നത്. അതായത് ഫെയറി ടെയിൽസ് എന്ന് പറയുമ്പോൾ അതൊരു വേൾഡാണ്, റിയൽ വേൾഡാണ്. അതായത് ഒരു വേൾഡാണ്, അത് അവിടെ റിയലാണ്, നമുക്കതിനെ ഫീൽ ചെയ്യാൻ സാധിക്കും റിയൽ ആണെന്നുള്ള രീതി. അതിനെ അല്ലാതെ ഒരു ഇല്യൂഷൻ അല്ലെങ്കിൽ ഒരു മായ പോലെ അതൊരു വെറും ഒരു ഡ്രീം ആണെന്ന് നമുക്ക് പറഞ്ഞ് അതിനെ നെഗറ്റീവ് ആക്കരുതെന്നാണ് പറയുന്നത്. അപ്പം ആലിസ് ഇൻ വണ്ടർലാൻഡ് എന്ന് പറയുന്ന ഒരു ഫെയറി സ്റ്റോറി അല്ല. ബിക്കോസ് അതെല്ലാം ആലിസിൻ്റെ ഡ്രീമിൽ ഹാപ്പൻ ചെയ്യുന്നതാണ്. ആലിസ് ആ റാബിറ്റിൻ്റെ പുറകെ ഓടുന്നതും ഓരോ സ്ഥലത്ത് എത്തുന്നതും എല്ലാം ഒരു ഡ്രീമിൽ ഹാപ്പൻ ചെയ്യുന്നതാണ്. അപ്പോൾ അതൊരിക്കലും നമുക്ക് ഫെയറി സ്റ്റോറി എന്ന് പറയാൻ പറ്റത്തില്ല. കാരണം എന്താ, അത് ഡ്രീമിൽ ഹാപ്പൻ ചെയ്യുവാണ്. അപ്പോൾ ഉറക്കം എഴുന്നേൽക്കുമ്പം അങ്ങനെ ഒരു വേൾഡ് ഇല്ലായിരുന്നു എന്നുള്ളതാണ് നമ്മുടെ കൺക്ലൂഷൻ അല്ലേ. ഇതൊക്കെ വെറുതെ ആയിരുന്നു, അതൊരു ഇല്യൂഷൻ മാത്രമായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു കൈൻഡ് ഓഫ് ഡിമീൻ ചെയ്യരുത് ഫെയറി സ്റ്റോറീസിനെ എന്നാണ് ഇദ്ദേഹം പറയുന്നത്. അപ്പോൾ ഒരു ഡ്രീം സ്റ്റോറീസ് ഒരിക്കലും ഫെയറി സ്റ്റോറീസ് ആയിട്ട് മാറത്തില്ല. ഇനി നമുക്ക് അടുത്ത സ്റ്റോറി എന്ന് പറയുന്നത് ബീസ്റ്റ് ഫേബിൾസ് ആണ്. അതായത് ഈ ആനിമൽസ് കഥ പറയുന്ന പോലെയുള്ള സ്റ്റോറീസ്. ആനിമൽസ് ഹ്യൂമൻ ബീങ്സിന് കണക്ക് സംസാരിക്കുന്നു, ആക്ട് ചെയ്യുന്നു. അതും ട്രൂ ഫെയറി സ്റ്റോറീസ് അല്ല. ഈ ടോക്കിംഗ് ആനിമൽസ് എന്ന് പറയുന്ന ഫെയറി സ്റ്റോറീസിനകത്ത് അപ്പിയർ ചെയ്യാം. പക്ഷേ ഇഫ് ദ സ്റ്റോറി ഈസ് ഓൺലി അബൌട്ട് ആനിമൽസ്, അപ്പോൾ അത് ഒരു ബീസ്റ്റ് ഫേബിളാണ്, അല്ലാതെ ഫെയറി സ്റ്റോറി അല്ല. ഫെയറി സ്റ്റോറിക്കകത്ത് ഹ്യൂമൻ കണക്ഷൻ ഉണ്ടായിരിക്കണം, മാജിക്കൽ ട്രൂത്തൊക്കെ ഉണ്ടായിരിക്കണം. അപ്പം ടോക്കിംഗ് ആനിമൽസ് എന്ന് പറയുന്നത് ഒരിക്കലും ഫെയറി സ്റ്റോറീസിനകത്ത് വരത്തില്ലെന്നാണ് ഇദ്ദേഹം പറയുന്നത്. അപ്പോൾ ഈ പീറ്റർ റാബിറ്റ് എന്ന് പറയുന്നത് ക്ലോസ് ടു ഫെയറി സ്റ്റോറിയാണ്, പക്ഷേ അത് ശരിക്കും ഒരു ആനിമൽ ഫേബിളാണ്. പീറ്റർ റാബിറ്റ്, സംസാരിക്കുന്ന റാബിറ്റ് കേട്ടോ, അല്ലാതെ ഒരു ഫെയറി സ്റ്റോറി ആണെന്ന് ട്രൂ ആയിട്ട് നമുക്ക് പറയാൻ സാധിക്കില്ല. പിന്നെ ചില സ്റ്റോറീസ് ആയിട്ടുള്ള മങ്കീസ് ഹാർട്ട് എന്നൊക്കെ പറഞ്ഞ സ്റ്റോറീസ് ഉണ്ട്. അതൊക്കെയെന്ന് വെച്ചാൽ ഈ ഫോക്ലോറിൽ നിന്ന് വന്നിട്ടുള്ള കഥകളാണ്. അതായത് നമ്മുടെ ലൈഫ് അല്ലെങ്കിൽ ഹാർട്ട് എന്ന് പറയുന്നതിനെ നമുക്ക് എവിടെ വേണമെങ്കിലും ഹൈഡ് ചെയ്ത് വെക്കാം. എഗ് അല്ലെങ്കിൽ ട്രീൽ അല്ലെങ്കിൽ സ്റ്റോണിൽ. ഈ ഒരു ഐഡിയ അപ്പിയർ ചെയ്യുന്നത് ഫെയറി സ്റ്റോറീസിലും ഉണ്ട്. ദ ജയൻസ് ഹാർട്ട് എന്നൊക്കെ പറഞ്ഞ ഫെയറി സ്റ്റോറീസിലും ഒക്കെ ഉണ്ട്, നമുക്കിത് കാണാൻ സാധിക്കും. അപ്പോൾ ചില സ്റ്റോറീസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ ചില ഫോക്ലോറിൽ നിന്ന്, നാടോടി കഥകളിൽ നിന്നുള്ള സ്റ്റോറീസിനകത്തും നമുക്ക് കുറച്ച് ഫെയറി എലമെൻറ്റ്സ് ഒക്കെ കാണാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. അതായത് ചില ഫേബിൾസിനകത്ത് ഫോക്ലോർ ആയിട്ടുള്ള കഥകളൊക്കെ കാണും. അതായത് പിന്നെ ഫോർ എക്സാമ്പിൾ ഒരാളുടെ ഹാർട്ട്, ഒരാളുടെ ലൈഫ് ഫോഴ്സാണ് ഹാർട്ട് എന്ന് പറയുന്നത്, അത് ബോഡിക്ക് ഔട്ട് സൈഡ് ഹൈഡ് ചെയ്ത് വെക്കാൻ പറ്റും, അങ്ങനെയൊക്കെയുള്ള ബിലീഫുകളുള്ള സ്റ്റോറീസും ഒക്കെ ഇറങ്ങുന്നുണ്ട് എന്നാണ് പറഞ്ഞേക്കുന്നത്. ഇവിടെ എക്സാമ്പിളായിട്ട് പറഞ്ഞേക്കുന്നത് ദ ജയൻസ് ഹാർട്ട് എന്ന് പറഞ്ഞൊരു വർക്കാണ് ജോർജ് മാക്ഡൊണാൾഡ് എഴുതിയത്. പിന്നെ ഇത് ഈജിപ്ഷ്യൻ ടെയിൽ ഓഫ് ദ ടു ബ്രദേഴ്സിനകത്തും ബ്രദർ അയാളുടെ ഹാർട്ട് ഒരു സെഡാർ ട്രീയുടെ അകത്ത് ഹൈഡ് ചെയ്യുന്നതാണ്. അങ്ങനെയുള്ള സ്റ്റോറീസൊക്കെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഡിസ്കഷൻസ് എല്ലാം ലീഡ് ചെയ്യുന്ന ഒരു ബിഗ് ക്വസ്റ്റ്യനിലോട്ടാണ്, വാട്ട് ആർ ദി ഒറിജിൻസ് ഓഫ് ഫെയറി സ്റ്റോറീസ് എന്നുള്ളത്. അപ്പം ഫാൾസ് ഫെയറി സ്റ്റോറീസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു, ട്രാവലേഴ്സ് ടെയിൽ, ഡ്രീം സ്റ്റോറീസ്, ബീസ്റ്റ് ഫേബിൾ. ഇനി പ്രിപ്പയർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രൂ ഒറിജിൻ ഓഫ് ഫെയറി ആൻഡ് ഫെയറി സ്റ്റോറി ട്രഡീഷനെ കുറിച്ചാണ് അദ്ദേഹം അടുത്ത് പറയാൻ പോകുന്നത്. അപ്പോൾ അത് പേജ് നമ്പർ 1 to 8 വരെ ആണെന്നുണ്ടെങ്കിൽ 1 to 8 ലാസ്റ്റ് പാരഗ്രാഫാണ് ഈ ഒറിജിൻ ഓഫ് ഫെയറി ടെയിൽസ് എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ അത് അടുത്ത പേജിലോട്ട് പോവുകയാണ്. നമ്മൾ ആ 1 to 8 അവിടെ വെച്ചിട്ടൊക്കെ നിർത്തുകയാണ് ചെയ്യുന്നത്. ഈ ഒറിജിനെ കുറിച്ച് കൂടുതൽ പറയുന്നില്ല. അപ്പം കീ കോൺസെപ്റ്റിനകത്തെന്ന് വെച്ചാൽ ഫെയറി എന്നുള്ള പ്ലേസ് അതൊരു എൻചാൻറ്റഡ് ആയിട്ടുള്ളൊരു റലമാണ്. ഫെയറീസ് മാത്രമുള്ള സ്ഥലമല്ല, അതിനകത്ത് ഫുൾ മാജിക്കൽ വണ്ടറാണ്. മാജിക് എന്ന് പറഞ്ഞാൽ റെസ്പെക്ട് ചെയ്യണം എന്നാണ് പറഞ്ഞേക്കുന്നത്.
മോക്ക് ചെയ്യരുതെന്നാണ് അദ്ദേഹത്തിൻ്റെ മറ്റൊരു കോൺസെപ്റ്റ്. ഫെയറി ടെയിലിനെ മിസ്യൂസ് ചെയ്യുന്നുണ്ട്. ചില ഓരോ വർക്കുകളെയും ചിലതിനെയൊക്കെ നമ്മൾ എല്ലാത്തിനെയും ഫെയറി ടെയിൽ എന്ന് പറയും. അതിനെയൊന്നും അങ്ങനെ പറയരുതെന്നാണ് പറഞ്ഞേക്കുന്നത്. അതായത് ആലിസ് ഇൻ വണ്ടർലാൻഡ്, പീറ്റർ റാബിറ്റ്, ഗള്ളിവേഴ്സ് ട്രാവൽസ്, ഇതൊന്നും ഫെയറി ടെയിൽസ് അല്ല. ഗള്ളിവേഴ്സ് ട്രാവൽസ് ഒക്കെ ട്രാവലേഴ്സ് ടെയിലാണ്. ആലിസ് ഇൻ വണ്ടർലാൻഡ് ഡ്രീം ടെയിലാണ്. ഈ ബീസ്റ്റ് ഫേബിൾസ് ആണ് പീറ്റർ റാബിറ്റ് ഒക്കെ. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു എസ്സേക്കകത്ത് സംസാരിക്കുന്നത്.